ഈ സംസാരിക്കുമ്പോൾ അത് അമ്മയ്ക്ക് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നി അത് പറയുന്ന കാര്യങ്ങൾ ശരിയാണല്ലോ. അങ്ങനെയല്ല, എനിക്കപ്പോൾ മുന്നും പിന്നും അങ്ങനെ നോക്കാനില്ല, അതാണൊരു സംഭവം. നമ്മൾ വളരെ ഓർത്തഡോക്സ് ആയിട്ട് ജീവിച്ചുകൊണ്ട് നമുക്കതൊന്നും പുറത്തു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരുപാട് ദുരനുഭവങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഫ്രാങ്കായിട്ട് ശ്രീലക്ഷ്മി പറയുമ്പോൾ അത് വളരെ നന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നോട് സംസാരിക്കാൻ പഠിക്കണം നമ്മ പണ്ടും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും അച്ഛനോട് വെറുപ്പുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇന്നുവരെ ഞാൻ അവളുടെ അച്ഛനെ കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല. അച്ഛൻ എപ്പോഴും അച്ഛൻ തന്നെയാണ്. എനിക്ക് എൻ്റെ അച്ഛൻ വലുതാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവൾക്ക് അച്ഛനൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മ അത് മോശമായി പറഞ്ഞതുകൊണ്ട് മോശമാകേണ്ടതില്ല എന്ന് വിചാരിച്ച് അയാളെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യവും എനിക്കില്ല. എൻ്റെ പോസിറ്റീവ് അദ്ദേഹം എനിക്കൊരു മകളെ തന്നു എന്നുള്ളതാണ്. അവൻ 6 കല്യാണം കഴിച്ചെന്ന് സമ്മതിച്ചു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം നമുക്കറിയാവുന്ന ഈ ഞാനടക്കം 3 പേരാ. ഇന്ന് എനിക്ക് എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ ഞാൻ അവിടെ കരയും. എൻ്റെ ഇളയച്ചനെ ഓർത്ത് കരയിരുന്ന് പല പ്രാവശ്യം വിചാരിക്കും. പക്ഷെ രവിയേട്ടൻ എൻ്റെ കൂടെ എന്നെ കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷെ ഇത് രവിയേട്ടൻ്റെ മോളാണ്. 2.5 വയസ്സുണ്ട് ആ കൊച്ചിന്. കീഴ്പള്ളിയിൽ ഒരു വെളിമാനം എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു പെണ്ണുണ്ട്. അവരിപ്പോൾ 6 മാസം ഗർഭിണിയാന്ന് പറഞ്ഞു. പല കാര്യങ്ങളും കൊണ്ട് എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. ഇവരുടെ നീക്കങ്ങളിൽ എനിക്ക് ഡൗട്ട് നന്നായിട്ടുണ്ട്. ഇയാൾക്ക് എന്തോ വേറെ എന്തൊക്കെയോ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി കുറച്ചും കൂടി ഞാൻ കണ്ടതിനേക്കാളും കുറച്ചും കൂടി കാലഘട്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോയി എന്ന് വേണം കരുതാൻ. ഉഷാകുമാരി എന്ന അമ്മയാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഉഷാകുമാരി തന്നെയല്ലേ പേര്? അതെ അതെ. ഓക്കെ അമ്മേ, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അമ്മ ഞാൻ പറഞ്ഞതിന് ശേഷം നോക്കിയപ്പോൾ അമ്മ ഇങ്ങനെ നീ എൻ്റെ പേരിൽ നിർത്തിട്ട് എന്നെ ഇങ്ങനെ തുറച്ച് നോക്കുന്നതാണ് തോന്നി. അതാ ഞാൻ ചോദിച്ചു ഞാൻ പേര് തെറ്റിച്ച് പറഞ്ഞു. അമ്മ ഇപ്പോൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് അല്ലേ? അതെ, കണ്ണൂരിൽ. അമ്മേനെ ശരിക്കും ശ്രീലക്ഷ്മി അറക്കലിൻ്റെ അമ്മ എന്നതിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ ശ്രീലക്ഷ്മിയുടെ എഴുത്തുകളിൽ ഞാൻ വായിച്ചൊരു അമ്മയുണ്ട്. അതായത് സിംഗിൾ മദർ ആയിട്ടിരിക്കുക, ഒരു കുഞ്ഞിനെ ഒറ്റയ്ക്ക് വളർത്തുന്ന ഒരമ്മ. അതും കണ്ണൂർ പോലെയുള്ള അല്ലെങ്കിൽ ആ നമ്മുടെ കേരളത്തിൻ്റെ വടക്കൻ ജില്ലയിൽ നിന്ന് വരുന്ന ഒരു അമ്മ എന്ന് പറയുമ്പോൾ അവളുടെ എഴുത്തുകളിലെല്ലാം എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. എഴുത്തുകളിലെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും പരിചയപ്പെടണം എന്ന് ചോദിക്കണം. അംഗനവാടി ടീച്ചറാണ്. അതെ അതെ. അപ്പോൾ അമ്മ ശ്രീലക്ഷ്മിയുടെ എഴുത്തുകളിൽ വരുന്ന അമ്മ തന്നെയാണോ ശരിക്കുമുള്ള അമ്മ? തീർച്ചയായിട്ടും. ശ്രീലക്ഷ്മി കുറച്ചും കൂടി ഞാൻ കണ്ടതിനേക്കാളും കുറച്ചും കൂടി കാലഘട്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോയി എന്ന് വേണം കരുതാൻ. അപ്പോൾ ഒരിക്കൽ അമ്മ വളർത്തിയതിൻ്റെ ആണോ, നമ്മൾ പറയല്ലേ വളർത്തിയതിൻ്റെ ആണ് മക്കൾ ഇങ്ങനെ പോകുന്നത്, ആ ബോൾഡ്നെസ് കിട്ടിയത്, അല്ലെങ്കിൽ ആ പറയുന്ന നമ്മൾ തുറന്നു പറയണം. എനിക്കൊരു കാര്യം ഇഷ്ടമാണ്, സത്യസന്ധമായി സംസാരിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് പറ്റില്ല. എല്ലാവരും റാപ്പറിൽ പൊതിഞ്ഞാണ്, മുട്ടായി പോലും നമ്മൾ റാപ്പറിൽ പൊതിഞ്ഞാണ് കൊടുക്കുന്നത്, മധുരമുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് പൊതിഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർക്ക് എല്ലാവർക്കും ഒരു ഇതുള്ളത്. പക്ഷെ ശ്രീലക്ഷ്മി അങ്ങനെയല്ല, കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ സംസാരിക്കുമ്പോൾ അത് അമ്മയ്ക്ക് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. ആദ്യം ഫസ്റ്റ് ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് തന്നെ ഞാൻ അത്രയൊന്നും വിചാരിച്ചിട്ടില്ല. എത്രയും ഫ്രാങ്കായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായി മാറുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആദ്യമല്ല എനിക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നി അത് പറയുന്ന കാര്യങ്ങൾ ശരിയാണല്ലോ. പിന്നെ ശരിയാണത്. അപ്പം നമ്മളൊക്കെ ജീവിച്ച ഒരു കാലഘട്ടത്തിൽ അത് നമ്മൾ വളരെ ഓർത്തഡോക്സ് ആയിട്ട് ജീവിച്ചുകൊണ്ട് നമുക്കതൊന്നും പുറത്തു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരുപാട് ദുരനുഭവങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഫ്രാങ്കായിട്ട് ശ്രീലക്ഷ്മി പറയുമ്പോൾ അത് വളരെ നന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അമ്മ അടുത്തിടെ രണ്ട് സംസാരങ്ങൾ, ഒന്ന് അച്ഛനെ പറ്റിയുള്ളതും പിന്നെ അടുത്ത കഴിഞ്ഞ ദിവസം അവളുടെ ഒരു സംസാരത്തിൽ ഭയങ്കരമായിട്ടും കരയുകയും ചെയ്തിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര വിഷമമൊക്കെ തോന്നി. അപ്പം ഇത് കേട്ടപ്പോഴാണ് സിംഗിൾ മദറിനെ കുറിച്ച് അമ്മ അനുഭവിച്ച ഒരു ഇപ്പം അച്ഛനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം പറയുമ്പോൾ എപ്പോഴും അച്ഛനോട് വെറുപ്പുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ വെറുപ്പ് ഒരു വ്യക്തിയിൽ വെറുപ്പാകാം. നമുക്കൊരു വ്യക്തിയോട്, എന്നെ സംബന്ധിച്ച് ഒരു വ്യക്തിയോട് വെറുപ്പ് വന്നാൽ ഞാൻ അവരെ ഉപേക്ഷിക്കത്തേ ഉള്ളൂ. അതായത് ജസ്റ്റ് ഇഗ്നോർ ദം. നമ്മൾ അവരുടെ ലൈഫിലേക്ക് കൂട്ടത്തില്ല പിന്നെ. കാരണം നമ്മൾ അവരുടെ വെറുപ്പ് ഉള്ളിൽ വെച്ചാൽ നമ്മളും ചെയ്യുമെന്ന് പറഞ്ഞു. ഒരു പഴക്കൂടയ്ക്കകത്തൊരു പഴം ഒരു സൈഡ് ചെയ്തിട്ടുണ്ട്, മറ്റുള്ളതിനെല്ലാം ചെയ്യിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ സാധനം ഉണ്ടെങ്കിൽ അത് ഉണ്ടാവുമെന്നാണ്. അപ്പോൾ അത്രയും വെറുപ്പ് അല്ലെങ്കിൽ ഇത്രയും ദുരനുഭവം
കുഞ്ഞിനുണ്ടാവാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു അമ്മ ശരിക്കും ജീവിതത്തിൽ? അത് ശരിക്കും പറഞ്ഞാൽ ശ്രീലക്ഷ്മിയോട് ചോദിച്ചാലറിയാം, ഇന്ന് വരെ ഞാൻ അവളുടെ അച്ഛനെ കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല. എപ്പോഴും നമുക്കറിയാം അച്ഛൻ എപ്പോഴും അച്ഛൻ തന്നെയാണ്. എനിക്ക് എൻ്റെ അച്ഛൻ വലുതാണ്. അതുപോലെ തന്നെ എപ്പോഴും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവൾക്ക് അച്ഛനൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മ അത് മോശമായി പറഞ്ഞതുകൊണ്ട് മോശമാകേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയാണ് വളർത്തിയത്. സ്കൂളിൽ ചെന്നപ്പോഴാണ് അച്ഛനില്ലാത്തതിൻ്റെ ഒരു പ്രയാസം അവൾ ആദ്യമായിട്ട് അറിയുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മ എല്ലാവർക്കും പപ്പയുണ്ടല്ലോ, എല്ലാവരും പപ്പമാർ കൊണ്ടുവിടുന്നുണ്ടല്ലോ, എനിക്കെന്താ പപ്പയില്ലാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നന്നായിട്ട് പറഞ്ഞു കൊടുത്തു, മോൾക്ക് 2 മാസം പ്രായമാകുന്ന സമയത്ത് അമ്മേനെയും മോളെ ഒഴിവാക്കി പോയതാണ്. അത് സാരമില്ല, മോൾക്ക് അമ്മയില്ലേ, അച്ഛനായിട്ടും അമ്മയായിട്ടും ഞാനുണ്ടല്ലോ, പിന്നെ എന്തിനാ അച്ഛൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, സാരമില്ല കേട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ ഒഴിവാക്കി. അതിനുശേഷം പിന്നെ അച്ഛനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇത്രയും വെറുപ്പുണ്ടാകേണ്ട രീതിയിലേക്കെന്ന് പറഞ്ഞാൽ പിന്നെ അമ്മമ്മയ്ക്ക് എപ്പോഴും അതൊരു പ്രയാസമാണ്. തീർച്ചയായും നമ്മുടെ മക്കൾക്ക് നമ്മളത് സഫർ ചെയ്യും, എന്ത് വന്നാലും നമ്മൾ സഫർ ചെയ്യും. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റിയല്ലേ എനിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ. അതുപോലെ ശ്രീമോൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാരണം കൊണ്ട് തന്നെ ഈ അമ്മ പലപ്പോഴും ദുരനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവളുടെ അച്ഛനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് അവളുടെ ഉള്ളിൽ കിട്ടിയിട്ടുള്ള ഒരു സ്പാർക്ക് എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു കെടാതെ കിടക്കുന്ന ഒരു എന്താ പറയുക, ഈ ചാരം മൂടിയ ഒരു കനൽക്കട്ട കിടക്കുന്ന പോലെ അവളുടെ മനസ്സിൽ അത് ഉണ്ടായിട്ടുള്ളത്. ഞാനിങ്ങനെ ഈ കണ്ണ് തുടയ്ക്കുന്നത് പറഞ്ഞാൽ എനിക്ക് ഹൈപ്പർ തൈറോയിഡ് പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ കണ്ണിൻ്റെ ഈ മിഴികളിങ്ങനെ പുറത്തോട്ട് തള്ളി വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇപ്പം വിചാരിക്കുന്നത് എന്താ, ശ്രീലക്ഷ്മി പൊട്ടിക്കരഞ്ഞു, അമ്മ ചാനലിൽ വന്ന പാടെ അമ്മ ഇങ്ങനെ കണ്ണ് തുടച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് എനിക്കൊരു വർഷങ്ങളായിട്ടൊരു 10 വർഷത്തോളമായിട്ട് ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് അതിന് മെഡിസിൻ ഒന്നുമില്ല. ഈ തൈറോയിഡ് കുറയുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ നോർമലായിട്ട് വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ വലിയ പ്രശ്നമില്ല. എന്നാൽ നല്ല തണുത്ത അന്തരീക്ഷത്തിൽ ആണെങ്കിൽ അത് കുറയും. അമ്മമ്മയാണ് ഇവളെ പരിചയിച്ചുകൊണ്ടിരുന്ന ആള്. അതായത് ഞാനിങ്ങനെ 6 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഞാനിങ്ങനെ ജോലിയിലേക്ക് പോയി. കൂലിപ്പണിയാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് രാവിലെ ഒരു 6:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് പോകും. തിരിച്ചു വരുന്നതും 6:30-7 മണിയൊക്കെ ആകും. അന്നേരം ആ ഒരു ഡേ മുഴുവനും അമ്മമ്മയാണ്. അങ്ങനെയാണ് അവളുടെ വളർച്ച ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേനും എന്തൊക്കെ സംശയങ്ങളുണ്ടോ ആ സംശയങ്ങളെല്ലാം ദൂരീകരിക്കുന്ന പരിപാടിയെല്ലാം അമ്മമ്മയുടേതാണ്. അപ്പോൾ അമ്മമ്മയ്ക്ക് എപ്പോഴും പിന്നെ അവളുടെ അച്ഛനോടുള്ള ഒരു കലിപ്പ് എന്തായാലും ഉണ്ട്. ജീവിതം നശിപ്പിച്ച ഒരാൾ എന്നുള്ള രീതിയിലേക്ക് അമ്മയ്ക്ക് ഭയങ്കര സങ്കടം, ഇപ്പോഴും വളരെ സങ്കടം തന്നെയാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ശ്രീലക്ഷ്മിക്ക് അറിയാവുന്നത് എന്ന് വിചാരിച്ച് അയാളെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യവും എനിക്കില്ല. എന്നെ സംബന്ധിച്ച് എനിക്കില്ല. എൻ്റെ പോസിറ്റീവ് അദ്ദേഹം എനിക്കൊരു മകളെ തന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ പലതരത്തിൽ വിഷമങ്ങളുണ്ടെങ്കിൽ തന്നെ ഞാൻ അന്നേരം പറയും, എനിക്ക് നിന്നെപ്പോലെ ഒരു നല്ല മകളെ കിട്ടിയില്ലേ ആ മനുഷ്യനിലൂടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം പിന്നെ അതുപോലെ തന്നെ ഞാൻ അവളോട് പറയുന്നത്, നിനക്ക് എപ്പോൾ വേണേലും നിന്റെ അച്ഛൻ എവിടെ ഉണ്ടെങ്കിലും നിനക്ക് തേടിപ്പോകാം, വേണ്ടത് എന്നാന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷെ എനിക്ക് ഭർത്താവായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരാളായിട്ടോ വേണ്ട. നിനക്ക് അച്ഛനുള്ള കോൺസെപ്റ്റ് എപ്പോൾ വരുന്നോ, കാണണോ, അറിയണോ, ചെയ്യണോ, എന്ത് വേണേലും ആകാം. ആ തരത്തിൽ തന്നെയാണ് അവളോട് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് എന്ന് പറഞ്ഞാൽ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞു. നന്നായി പഠിക്കുമായിരുന്നു. ഒന്നാമത് തന്നെ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഫിസിക്സില് പക്ഷേ എന്നെയൊക്കെ സംബന്ധിച്ചത് ഭയങ്കര അത്ഭുതമാണ്. കാരണം 8ാം ക്ലാസ്സിലെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സത്യമായിട്ട് ഞാനും പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഒരു ബാഡ് സബ്ജക്റ്റ് എന്നാണ് നമ്മൾ കാണുന്നത് ഫിസിക്സ്, മാത്സ്. അപ്പോൾ നമ്മൾ അത് മാറ്റി വെക്കലാണ്. പിന്നെ പരീക്ഷയ്ക്ക് സമയത്ത് പോയിട്ട് എഴുതി കഴിഞ്ഞാൽ എന്തെങ്കിലും അതിന്റെ ഫോർമുല എങ്ങാനും എഴുതിയിട്ട് ഒരു കുറച്ച് മാർക്ക് 5 or 8 മാർക്ക് അത്രയേ ഉള്ളൂ. മാത്സിനും അത് തന്നെ. അല്ലാതെ നമുക്ക് കണക്കിനെ കുറിച്ചും ഫിസിക്സിനെ കുറിച്ചും ഒന്നും ഒരു പിന്നെ കാര്യങ്ങൾ അറിയില്ല. അപ്പം പഠനത്തിൽ
1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ആദ്യം ഒരു 4-ാം സ്ഥാനത്തോ, 4-ാമതായിരുന്നു. 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 4-ാം സ്ഥാനത്ത്, 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേന് 3-ാം സ്ഥാനത്ത്, 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലേ 1-ാം സ്ഥാനത്ത്, എല്ലാത്തിനും 1-ാം സ്ഥാനത്തിൽ ഇങ്ങനെ വന്നു. അങ്ങനെ പഠിച്ചു. അതുപോലെ തന്നെ പിന്നീട് നവോദയയിലേക്കാണ് പോകുന്നത്. ആ നവോദയയിലേക്ക് പോകുന്ന സമയത്ത് ഒരു ട്രെയിനിങ്ങും കൊടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു പിന്നെ ഫ്രണ്ടുണ്ട്, അംഗൻവാടി ടീച്ചർ തന്നെ, ഒരു മുസ്ലിം കുട്ടിയാണ്. പിന്നെ അവൾ അന്നേരം എന്നോട് പറഞ്ഞു, ഉഷേച്ചി നവോദയ എഴുതിച്ചാൽ ചിലപ്പോൾ മോൾക്ക് കിട്ടുമായിരിക്കും. എൻ്റെ മോൾ എഴുതിയിട്ട് എനിക്ക് കിട്ടിയിരുന്നു. പക്ഷേ അവരിങ്ങനെ ഓർത്തഡോക്സ് ആണല്ലോ അവർ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നിസ്കാരവും കാര്യങ്ങളും ഒന്നും സ്കൂളിൽ കിട്ടുകയെന്നും പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവർ ആ കുട്ടീനെ വിടാതിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ആ പുസ്തകങ്ങളെല്ലാം എനിക്ക് തന്നു. ഞാനൊരു 3-ാം ക്ലാസ് മുതൽ 3, 4, 5, 3 വർഷക്കാലം ഞങ്ങളിങ്ങനെ വെക്കേഷൻ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഞാനും അവളും കൂടെ ഒന്നിച്ച് ഇങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ, ഓരോ ചാപ്റ്ററിനകത്ത് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ 10 ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ അവൾക്ക് 8 ശരിയായിരിക്കും, എനിക്ക് 4 ശരിയാവും. അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പോക്ക്. അപ്പം അന്നേരം തന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ എന്നെക്കാളും കൂടുതൽ അവൾ കണ്ടുപിടിക്കുന്നുണ്ടല്ലോ, കാരണം നല്ല ഒബ്സർവേഷൻ ഉണ്ട് അവൾക്ക്. അങ്ങനെ ആ ഒരു കോച്ചിങ് അല്ലാതെ വേറെ ഒരു കോച്ചിങ്ങും അവൾക്ക് കൊടുത്തിട്ടില്ല. നവോദയയിൽ അങ്ങനെ അഡ്മിഷൻ കിട്ടി. നമ്മൾ SC ST വിഭാഗത്തിൽപ്പെടുന്നത്, നമ്മൾ വിശ്വകർമ്മ സമുദായത്തിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സംവരണങ്ങളൊന്നും ഇല്ല, ജനറലിൽ തന്നെയാണ് നമ്മളും വരിക. അങ്ങനെ നവോദയയിൽ അഡ്മിഷൻ കിട്ടി, അങ്ങനെ കൊണ്ടുപോയി ആക്കി അവിടെ പഠിച്ചു. ആ കാലഘട്ടത്തിൽ തന്നെ ബേസിക്കലി എന്തെല്ലാം ചെയ്യണോ അതെല്ലാം വീട്ടിൽ നിന്ന് പഠിച്ചിരുന്നു. അതായത് ടോയ്ലറ്റ് ഉപയോഗിക്കുക, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ കുളി കഴിഞ്ഞ് വെച്ച് വന്നാൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കഴിഞ്ഞാൽ നമ്മുടെ അന്നൊന്നും നമുക്ക് വീട്ടിലല്ല കുളിക്കുക, താഴെ ഒരു, ഞങ്ങൾ ഓലി എന്നാണ് പറയുന്നത്, ചെറിയ ഒരു കുഴിയുണ്ട്, ഒരിക്കലും വറ്റാത്ത വെള്ളമാണ്. അപ്പോൾ അവിടെ പോകും. എൻ്റെ അനിയത്തിയുടെ മകളുണ്ട്, എൻ്റെ മൂത്തമ്മയുടെ മകൾ വരുന്നത്, അനിയത്തിയുടെ മകളും കൂടെ പോയി അവിടെ പോയി കുളിയെല്ലാം കഴിഞ്ഞ്, അപ്പോൾ ഞാൻ പറയും വാഷ് ചെയ്തിട്ട് വരണം, ബെറ്റിക്കോട്ടും പാൻറ്റീസും കഴുകിയിട്ട് വരണം എന്ന് പറയാം. അതൊക്കെ കഴുകി നല്ല വൃത്തിയായിട്ട് വരും. അപ്പോൾ ചിലപ്പം വൃത്തിയായില്ലെങ്കിൽ വീട്ടിൽ വന്ന് ഞാൻ ഒന്നും കൂടെ അങ്ങനെ അതങ്ങനെ ആ ശീലവും വന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ പിന്നെ നവോദയ കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് യാതൊരു പ്രശ്നങ്ങളും വന്നില്ല. അപ്പോൾ ഞാൻ അപ്പോൾ കൊണ്ടുപോയി വിടുന്ന സമയത്ത് എൻ്റെ സ്വന്തം ബ്രദർ ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ കസിൻ ബ്രദർ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും ഇവിടെ കൊണ്ടുപോയി വിട്ടു. തിരിച്ചു പോരുമ്പോൾ വല്ലാത്തൊരു പ്രയാസത്തിൽ തന്നെയാണ് വരുന്നത്. എന്തായാലും ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ ബ്രദേഴ്സ് 2 പേരും കണ്ണു തുടച്ചുകൊണ്ടാണ് പോരുന്നത്. ഞാൻ എന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ടുണ്ട്, എൻ്റെ മോൾ അതിനേക്കാളും കൂടുതൽ കരയുമല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ നമ്മൾ ആർക്കോ കൊടുത്തേച്ച് പോരുന്ന പോലെ അത് വല്ലാത്തൊരു ഫീലാണ്. ഇപ്പോഴും വിചാരിക്കുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ്. ഇങ്ങനെ സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ ഇങ്ങനെ നമ്മൾ ഏൽപ്പിച്ച് വെച്ച് നമ്മളിങ്ങനെ പുറംതിരിഞ്ഞ് പോരുകയാണ്. പിന്നെ അവൾ കരഞ്ഞില്ലയോ അതൊന്നും എനിക്കറിയില്ല, ഇപ്പോഴും പറഞ്ഞിട്ടില്ല. പിന്നെ ചെല്ലുന്നത് നമ്മൾ 2 വീക്സ് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ചെല്ലുന്നത്. അന്നേരമാണ് പേരൻസ് ഡേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോവും. അവിടുന്ന് പിന്നെ 6-ാം ക്ലാസ് മുതൽ 6, 7, 8 ക്ലാസ്സിൽ 8 പാസ്സായി 9-ാം ക്ലാസ്സിലേക്ക് ആയപ്പോഴത്തേനും അവൾക്ക് മൈഗ്രേഷൻ സ്റ്റഡി ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ UP-യിലേക്ക് പോയി. അവിടെ പോയി പിന്നെ 1 വർഷം അവിടെ പഠിച്ചു. പിന്നെ 10-ാം ക്ലാസ് അത്രയും കാലമാണ് അവിടെ പഠിച്ചിട്ട്. നവോദയ സ്റ്റഡി അങ്ങനെയാണ്. ആ നവോദയ പഠനകാലത്തും തന്നെ ഭയങ്കര ഒരു തിക്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇവൾക്ക്, അതായത് ആ സ്കൂളിൽ ഇരിക്കുന്നത് ഭയങ്കരമായിട്ട് ഈ ചെങ്കൽ ഖനനം നടത്തുന്നൊരു പ്രദേശമാണ്. അപ്പോൾ ഭയങ്കര പൊടിയാണ്. അപ്പം രാവിലെ എണീറ്റ് 4:30, 5 മണി ആകുമ്പോഴത്തേനും ഇവർ എണീറ്റ് ഈ ജോക്കിങ്, പിന്നെ ഓടുക, ഇങ്ങനെയുള്ള ഫിസിക്കൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ മുള്ളുള്ള ചെരുപ്പ് ഇട്ടിട്ടാണല്ലോ ഓടുന്നത്. അപ്പോൾ അങ്ങനെ ഇട്ട് അത് ഓടുമ്പോഴത്തേന് ഈ ഡസ്റ്റ് എല്ലാം കൂടി 100-400 കുട്ടികൾ ഓടുമ്പോഴത്തേന് ഈ ഡസ്റ്റ് അങ്ങോട്ട് പൊങ്ങി അങ്ങനെ ഇവർക്ക് ഡസ്റ്റ് അലർജി ആയി. ഒരു ദിവസം പിന്നെ ഞാനിങ്ങനെ അന്നൊക്കെ CPM-ൻ്റെ നല്ല പ്രവർത്തകയായിട്ട് നടക്കുന്ന സമയത്താണ്, ഒരു ജാഥയിൽ പോകുന്ന സമയത്താണ് പെട്ടെന്ന് വിളിച്ചിട്ട് പറയുന്നത് ശ്രീലക്ഷ്മിക്ക് സുഖമില്ല, പെട്ടെന്ന് വരണമെന്നും പറഞ്ഞ് വിളിക്കുന്നു. ഞാൻ പെട്ടെന്ന് ഒരു ജീപ്പ് കൂട്ടി ഞാൻ അവിടെ ചെന്നു, വേഗം കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചു. അന്നേരം ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഡസ്റ്റ് അലർജിയാണ്, റെസ്റ്റ് വേണം. അങ്ങനെ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് ഒരു 2-3 ദിവസം വീട്ടിലിരുത്തി. അത് കഴിഞ്ഞ് വീണ്ടും കൊണ്ടുപോയി വീണ്ടും ഇത് ഈ അവസ്ഥയിലേക്ക് ഇറങ്ങുമ്പം അവിടെ വീണ്ടും അങ്ങനെയായി. അങ്ങനെ 2-3 പ്രാവശ്യം ആയി. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഡോക്ടർ പറഞ്ഞു കളിക്കാൻ വേണ്ടിയിട്ട് വിടണ്ട, രാവിലെ എക്സസൈസിന് വിടണ്ട, അങ്ങനെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ടീച്ചർ
പിന്നെ ഈ ഫിസിക്കൽ ട്രെയിനിങ് കൊടുക്കുന്ന ടീച്ചർ, ആ ടീച്ചർ പറഞ്ഞു നീ പിന്നെ ഓടിയിട്ടില്ലെങ്കിലും ഗ്രൗണ്ടിൽ വന്നിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറഞ്ഞു ഞാൻ ഇപ്പോൾ അന്നേരം പ്രതികരിക്കും. അന്നേരം പറഞ്ഞു ടീച്ചറെ എനിക്ക് കഴിയില്ല, എനിക്ക് വയ്യാത്ത കൊണ്ടാണ്, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്ന് ആ ഗ്രൗണ്ടിലിരുത്തി ഇത് അലർജി കൂടി ചുമച്ച് തൊണ്ടയെല്ലാം പൊട്ടി ബ്ലഡാണ് പിന്നെ വരുന്നത്. അങ്ങനെ വീണ്ടും ഞാൻ തിരിച്ചു കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് ഷൗട്ട് ചെയ്തു, ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞില്ലേ കുട്ടിക്ക് അത് പറ്റില്ല എന്നുള്ളത് എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ചെന്ന് പ്രിൻസിപ്പാളെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്നോട് പറഞ്ഞു പിന്നെ കാര്യങ്ങൾ പോയിട്ട് വീട്ടിൽ ടീച്ചറോട് പറയുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്നോട് പറഞ്ഞു നിങ്ങളെ മോള് പറഞ്ഞാലൊന്നും അനുസരിക്കില്ല. എന്നോട് പറഞ്ഞു പറഞ്ഞാലൊന്നും അനുസരിക്കില്ല, പിന്നെ അവൾക്ക് സ്പോർട്സിൻ്റെ കോട്ടയിൽ ഒരു മാർക്ക് കൊടുക്കണമല്ലോ, അപ്പോൾ ആ മാർക്കൊന്നും കൊടുക്കാനില്ല, ഞാൻ എന്താ അവൾക്ക് കൊടുക്കേണ്ടത്, അവൾക്കൊരു സി പോലും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് നല്ല ദേഷ്യം വന്നു. അപ്പം ഞാൻ പറഞ്ഞു ടീച്ചർ ഒരു കാര്യം ചെയ്തേ, അവൾക്കൊരു ബിഗ് സീറോ അങ്ങ് കൊടുത്തേക്ക്, ഞാനൊരു വണ്ടിയും കൊണ്ടാണ് വരുന്നത്, ഞാൻ അതിലിട്ടിട്ട് അതങ്ങ് കൊണ്ടുപോയിക്കോളാം, ഞാൻ മേഴ്സിക്കുട്ടനാകാനോ അല്ലെ PT ഉഷ ആകാനോ അല്ല ഇങ്ങോട്ട് വിട്ടത്, അതുകൊണ്ട് ടീച്ചർ ഒരു ബിഗ് സീറോ അങ്ങ് കൊടുത്തേക്കെന്ന് പറഞ്ഞു. അങ്ങനെ അവരോട് നല്ല പോലെ ഷൗട്ട് ചെയ്തിട്ടാണ് പോയത്. അന്നേരം അവർ പിന്നെ പറയുന്നത് ഇവൾക്ക് നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് മറ്റുള്ള കുട്ടികൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യേണ്ട ദിവസങ്ങൾ അതും കൂടി ഇവളെ കൊണ്ട് ചെയ്യിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒന്നാമത് കറമ്പിയായിട്ടുള്ള കുട്ടി, സൗന്ദര്യമില്ലാത്ത കുട്ടി, അതിനൊക്കെ പ്രത്യേകിച്ച് നമുക്കുണ്ടല്ലോ ആ വിഭാഗീയത നമുക്ക് എവിടെയുണ്ടല്ലോ. പിന്നെ ആരും ചോദിക്കാനില്ല. എപ്പോഴും പേരൻസ് മീറ്റിങ്ങിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അന്ന് കൊണ്ടുപോയി ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ബ്രദേഴ്സ് വന്നതല്ലാണ്ട് പിന്നെ നവോദയയിൽ നിന്ന് തിരിച്ച് കൊണ്ടുവരുന്ന സമയം വരെ എൻ്റെ മോളുടെ കൂടെ ആരും വന്നിട്ടില്ല. അപ്പോൾ ഓരോ പേരൻസ് മീറ്റിങ്ങിനും ഇങ്ങനെ എല്ലാ പേരൻസ് മാത്രമല്ല റിലേറ്റീവ്സ് എല്ലാം ഇങ്ങനെ വട്ടം കൂടി ഇരുന്ന് കളിക്കുകയും തമാശ പറയുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങളൊരു കോടിയിൽ ഞാനും എൻ്റെ മോളും മാത്രം ഈ 5 വർഷക്കാലം. അപ്പോൾ അവൾക്കതെല്ലാം ഫീൽ ചെയ്തിട്ട് മാമൻ എന്ന് പറയുന്നത്, അമ്മാവൻ ഈ ഞങ്ങളുടെ വടക്കേ മലബാറിൽ മാമൻ മാമി എന്ന് പറയുന്നിടത്ത് ഭയങ്കരമായിട്ട് ഒരു വികാരമാണ്. അപ്പോൾ മരുമക്കൾ എന്ന് പറയുന്ന അവർക്കും ഒരു വികാരമാണ്. അപ്പോൾ മക്കൾക്ക് കൊടുത്തിട്ടില്ലെങ്കിലും മരുമക്കൾക്ക് കൊടുക്കാനായിട്ട് മത്സരിക്കുക, അങ്ങനെ ഉണ്ടവിടെ. അപ്പോൾ അത് ഇവളെ സംബന്ധിച്ച് ഇവളുടെ കൂട്ടുകാരെല്ലാം മാമൻ്റെയും മാമിയുടെയും കഥകൾ പറയുകയും ഗിഫ്റ്റ് കൊടുത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവൾക്കാരുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വികാരം ഉണ്ട് അവളുടെ മനസ്സിൽ. അങ്ങനെ മാമന്മാരോട് എല്ലാവരോടും ഇല്ല, എനിക്ക് ഒരു സഹോദരനാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ, അങ്ങനെയുള്ള ദുരനുഭവങ്ങളൊക്കെ ഉണ്ട്. അതാ പറഞ്ഞ് പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ആ ടീച്ചറുമായിട്ട് നന്നായിട്ട് ഒരു വഴക്കുണ്ടാക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പം അമ്മ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം, ഇപ്പം ഞാനൊക്കെ പറയുമ്പോൾ ഒക്കെ എല്ലാവരും പറയും ഇപ്പം അതൊന്നും ഇല്ലല്ലോ, അതിന് പണ്ടായിരുന്നല്ലോ, ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഇപ്പോഴും അതിൻ്റെ മോഡേൺ വേർഷൻ ഇറങ്ങുന്നുണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും. നമ്മളൊക്കെ ആണെങ്കിലും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എത്ര നന്നായിട്ട് പഠിച്ചാലും നമ്മൾ മാർക്ക് കട്ട് പഠിച്ചതാണോ, നമ്മൾ നേരെ ചെന്നിട്ട് ബിറ്റ് വെച്ചതാണോ, നമ്മൾ ജയിക്കുമ്പോൾ തന്നെ നീ അങ്ങനെ ജയിച്ചതാണോ എന്ന് ചോദിക്കും. അത് ക്വൈറ്റ് നാച്ചുറൽ. നമുക്ക് പിന്നെ ഇതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. കാരണം വെച്ചാൽ അതിനെ ഓവർകം ചെയ്യുക. അതിനെ ഇപ്പം എന്നോട് പറയുന്ന പോലെ അമ്മ പറഞ്ഞ പോലെ PT ഉഷ ആവാനും മേഴ്സിക്കുട്ടനാവാനും ഒന്നും അല്ലല്ലോ നമ്മൾ മക്കളെ പഠിക്കും. വിദ്യാഭ്യാസം വേണം അവർക്ക് നമ്മുടെ സ്വന്തം കാലയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അതെന്താണെങ്കിലും ശ്രീലക്ഷ്മിക്കുണ്ട്. കാരണം ആ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആ ഒരു നവോദയ പഠിച്ചതിൻ്റെ ഒരു ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു കാലഘട്ടം. വേറെ എന്തൊക്കെ ആയിക്കൊള്ളട്ടെ, ആ നവോദയ എന്ന് പറഞ്ഞാൽ ഒത്തിരി കുട്ടികൾ ആഗ്രഹിച്ച് പഠിക്കാൻ പോകുന്ന ഫീസോ കാര്യങ്ങളോ അല്ല, നല്ലൊരു ലൈഫിനൊരു ചിട്ടയായ എന്ന് വെച്ചാൽ നമ്മുടെ പേരൻസിൻ്റെ കൂടെ കൂടുമ്പോൾ ചിട്ടയല്ല എന്നല്ല, കുറേ കൂടെ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്ത് സൊസൈറ്റിയിൽ കുറേ കൂടെ നമുക്കൊരു ഹൈജീനും എല്ലാ രീതിയിലും കിട്ടുന്ന. അമ്മ ഞാൻ ചോദിക്കാൻ വന്നത്, ശരിക്കും അമ്മയെ ഈ പറയുന്ന വ്യക്തി കല്യാണം കഴിച്ചത് എങ്ങനെയാണ്? വീട്ടുകാർ കല്യാണം കഴിച്ചത്? അതെ, അത് അറേഞ്ച് മാരേജ് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫാമിലി എന്ന് പറയുന്നത് എനിക്ക് 2 സഹോദരങ്ങളാണ്. ഇളയത് ബ്രദറ്, മൂത്ത ചേച്ചി. അപ്പോൾ പിന്നെ ചേച്ചിയെ അച്ഛൻ്റെ കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചു വിടുന്നത്. അന്നേരം അച്ഛനും അമ്മയായിട്ട് സെപ്പറേറ്റഡ് ആണ്. എനിക്ക് 9 വയസ്സുള്ളപ്പോൾ അച്ഛനും അമ്മയായിട്ട് സെപ്പറേറ്റഡ് ആണ്. നമുക്കൊക്കെ അന്ന് ചെറിയ കാര്യങ്ങളും മതി, ചെറിയ കാര്യങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ആ ഒരു പേരിൽ അമ്മ ഒരു പാവം എന്ന് പറഞ്ഞ പോലെ പഞ്ചപാവമാണ്. അപ്പോൾ അച്ഛന് ചെറിയ ഒരു കാര്യങ്ങളൊക്കെ മതി. അങ്ങനെ എന്തായാലും സെപ്പറേറ്റഡ് ആയി അങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ ഇളയച്ചനാണ് ഞങ്ങളെ വളർത്തുന്നത്. അച്ഛൻ എന്തായാലും ഓൾറെഡി അച്ഛൻ വേറെ പോയി ഒരു കല്യാണമൊക്കെ കഴിച്ച് അച്ഛനങ്ങ് മാറിപ്പോയി. പിന്നെ ഞങ്ങൾ 3 മക്കളെ വളർത്തുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇളയച്ചനാണ്.
അന്ന് ഇളയച്ചന് 24 വയസ്സ് പ്രായം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ആ തുള്ളിച്ചാടി ഉത്തരവാദിത്വങ്ങളൊന്നും ഇല്ലാതെ നടക്കുന്ന ആ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ എല്ലാം മൊത്തമല്ല ഞാൻ പറയുന്നത്, എന്നാലും അവർ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ 11, 9, 6 വയസ്സായ 3 കുട്ടികളെ എൻ്റെ ഇളയച്ചൻ അങ്ങ് കിട്ടുക, ചേട്ടൻ്റെ മക്കളെ. അപ്പോൾ ആ മക്കളെ വളർത്തിയതെന്ന് പറയുന്ന ഇളയച്ചൻ വലിയ ഫാമിലിയാണ്. ഇളയച്ചൻ്റെ 2 പെങ്ങന്മാരുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനുജനുണ്ട്. ഇത്രയും ആളുകൾ വീട്ടിലുണ്ട്. അപ്പോൾ ഇളയച്ചനാണ് നമ്മളെ ഇത്രയും സഫർ ചെയ്ത്. ഇളയച്ചൻ അന്നത്തെ കാലത്ത് 10ാം ക്ലാസ് പഠിച്ചതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ്റെ മൂല്യം അദ്ദേഹത്തിന് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല പരന്ന വായനയുള്ള മനുഷ്യനെ, എപ്പോഴും വായിക്കുന്നത് കണ്ടിട്ടുണ്ട്. എപ്പോഴും എവിടെന്നെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വന്ന് വായിക്കുന്നൊരു ഇതൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചിട്ട് ഒരു ചെറിയ ജോലിയെങ്കിലും ആക്കണം എന്നുള്ള ഒരു വാശിയിലായിരുന്നു ഞങ്ങളെ വളർത്തി. അപ്പം നമുക്ക് ചെറിയ പണിഷ്മെൻ്റൊക്കെ തരുമായിരുന്നു. പണിഷ്മെൻറ്റ് തരും. അതുപോലെ വിശന്നാലും നമ്മൾ പുറത്തെവിടെയും പോയി നിൽക്കുകയോ ചോദിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതികളിലേക്കൊന്നും പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ആ താക്കീതിനകത്ത് അതെല്ലാം ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ആണ് ഞങ്ങളെ വളർത്തിയത്. അപ്പം ഇന്ന് എനിക്ക് എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ ഞാൻ അവിടെ കരയും, എൻ്റെ ഇളയച്ചനെ ഓർത്തിട്ട്. അത്രയും കരയിരുന്ന് പല പ്രാവശ്യം വിചാരിക്കും. പക്ഷെ ഉണ്ടല്ലോ, ഇളയച്ചൻ്റെ അന്നത്തെ ആ കാലഘട്ടത്തിൽ ഞങ്ങളെ വളർത്താൻ എന്നുവെച്ചാൽ തുള്ളി തൊരാത്ത മഴയത്ത് പോലും കിലോമീറ്ററുകൾ നടന്ന് പോയി. അന്ന് ഇതുപോലെയൊന്നുമല്ല, ഉളിക്കെട്ടുകളും കൊണ്ട് തലയിൽ ചുമന്നിട്ട് പോകണം. അങ്ങനെ പോയി ജോലി ചെയ്ത് രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പോയി തിരിച്ച് വന്ന് ഞങ്ങളെ അതുപോലെ ഒരു ദിവസം പോലും ഞങ്ങളെ മിസ് ചെയ്യല. ഏത് കാട്ടിൽ പോയാലും രാത്രിയാകുമ്പോഴേക്കും വീട്ടിൽ വരും. ഞങ്ങളെ 3 പേരും കണ്ടാലേ ഇളച്ചന് സമാധാനം വരുള്ളൂ. അങ്ങനെയായിരുന്നു ഇളച്ചൻ ഞങ്ങളെ 3 പേരും വളർത്തിയത്. അങ്ങനെ ഞങ്ങളെല്ലാവരും 10ാം ക്ലാസ് വരെ പഠിച്ചു. ഞാൻ 10ാം ക്ലാസ് പാസ്സായി. അത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് തോന്നി ഇനി ഇളയച്ചനെ കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അച്ഛനെ ലെറ്റർ എഴുതി. അച്ഛൻ അന്നേരം സെക്കൻഡ് മാരേജ് കഴിച്ച്. അല്ല, ഈ അച്ഛൻ അമ്മേനെ ഉപേക്ഷിച്ചെന്ന് പറയുമ്പോൾ അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് നിങ്ങൾ അച്ഛൻ്റെ വീട്ടിൽ തന്നെ നിന്ന്? ഞങ്ങളെ അമ്മയെ ചെറിയ ഒരു കാരണം കൊണ്ട് അമ്മയുടെ പേരിൽ എന്തൊക്കെയോ കുറ്റങ്ങൾ ആരോപിച്ച് അമ്മയുടെ ആൾക്കാരെ വിളിച്ചു വരുത്തിട്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. അന്നേരം പിന്നെ വലിയൊരു സദസ്സാണ്. അമ്മേനെ പറഞ്ഞു വിടുന്ന വലിയൊരു സദസ്സാണ്. ആ സദസ്സിൽ വെച്ചിട്ടാണ് പിന്നെ അച്ഛൻ പറയുന്നത് എനിക്ക് നിങ്ങളുടെ മകളെ വേണ്ട. അന്ധവിശ്വാസമാണ് അതിൻ്റെ പുറകിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്നും പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേനും അമ്മയുടെ അച്ഛൻ പറയുന്നത് നിൻ്റേത് കുറച്ച് ചെറിയ കൊച്ചുങ്ങളും എൻ്റേത് ഇച്ചിരി വലുതായെന്നേ ഉള്ളൂ, എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, ഞാൻ കൊണ്ടുപോകുകയാണെന്നും പറഞ്ഞിട്ട് അമ്മയെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ട് അതിൻ്റെ എല്ലാം നമുക്ക് ഒരുപാട് ട്രാജഡിയാണ്. പിന്നീട് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പിന്നെ അമ്മയെ അച്ഛനെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ശ്രമമൊക്കെ നടത്തിയെങ്കിലും പിന്നെ കത്തിക്കുത്ത് അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ മാറി. ഈ അന്ധവിശ്വാസം എന്ന് പറയുന്ന ആ സമയത്ത് ആ പ്രദേശത്ത് ഉണ്ടായിരുന്നതാണ്. കാരണം പണ്ടൊക്കെ ഈ പറയുന്ന കൂടുതലും ഈ വിശ്വാസങ്ങൾ നോക്കുന്നത് കൂടുതലും ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണല്ലോ. നാളെ നക്ഷത്രം, ജോലി കിട്ടാത്തതിന് കാരണം ഇപ്പം റീസെൻ്റ് ആയിട്ട് നമ്മളൊരു തിരുവനന്തപുരത്ത് ഒരു മരണം കണ്ടത് ജോലി കിട്ടാത്തോ PhD ചെയ്തൊരു മനുഷ്യന് PhD കിട്ടാത്തത് ഭാര്യയുടെ ഇതുകൊണ്ടാന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതായത് ഇത്തരം പ്രചരണങ്ങൾ ഇപ്പോഴും നടക്കുന്നു. ഇന്നത്തെ കാലത്ത് നമുക്ക് കുറെ പേരെങ്കിലും അല്ലെങ്കിൽ വാർത്ത അറിയുകയും സ്പ്രെഡ് ചെയ്താലും നമുക്കത് അങ്ങനെ എന്തുവാടെ വിശ്വസിക്കുന്നതെന്ന് ചോദിക്കാം. അന്നത്തെ കാലത്ത് അതുപോലും ചോദിക്കാൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുമായിട്ടുള്ള ഒരു ആരോപണമാണ്. അങ്ങനെയുള്ള ഒരു ഇതാണ് വന്നിട്ട് എല്ലാം നമ്മൾ കുടുംബത്തിലുള്ള അംഗങ്ങൾ തന്നെ അതിനെക്കുറിച്ചൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ. വ്യക്തിപരമായിട്ട് ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് അമ്മയെ സംബന്ധിച്ച്. അമ്മ അതിനകത്ത് 100% നിരപരാധിയാണെന്നുള്ളത് അതിൻ്റെ ചെറിയ പ്രായത്തിൽ എപ്പോഴും അമ്മയുടെ കൂടെ നടക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴത്തേനും എനിക്കത് 100% അറിയാം. അമ്മ അതിനകത്ത് ഇന്നസെൻ്റ് ആണെന്നുള്ളത് അത്രയും അറിയാം. പക്ഷേ നമുക്കത് ചെറിയ പ്രായമാണ്, എന്തിനു വേണ്ടിയിട്ടാണ് അമ്മയെ പറഞ്ഞു വിടുന്നതെന്നൊന്നും അറിയില്ല. അമ്മയെ പറഞ്ഞു വിട്ടതിനെ കുറച്ച് കഴിയുമ്പോൾ അമ്മ ഇങ്ങോട്ട് വരും. അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണയിലാണ് നിന്നത്. അച്ഛൻ്റെ കയ്യിൽ അമ്മേനെ അങ്ങ് കൊടുത്തു വിട്ടു, നിങ്ങൾ മക്കളെ വീട്ടിൽ നിർത്തി. അങ്ങനെ പിന്നെ അങ്ങനെയാണ് കൊച്ചച്ഛൻ നോക്കുന്നത്. അങ്ങനെയാണ് കൊച്ചച്ഛൻ ഞങ്ങളെ നോക്കുന്നത്. അമ്മ കൂടെ ഇല്ലായിരുന്നു? അപ്പം ഇല്ല, അമ്മേനെ അങ്ങ് കൊണ്ടുപോയി ഇങ്ങോട്ട് വന്ന് ഇരട്ടിയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോന്നു.
ഓ, അച്ഛന്റെ വീട് ഇരട്ടി. അച്ഛൻ്റെ വീട്ടിൽ അച്ഛനും ഇളയച്ചനും ഞങ്ങൾ മക്കളും ഒക്കെ അടങ്ങുന്ന കുടുംബം. ഞങ്ങൾ പിന്നെ അവിടെ അപ്പം അമ്മയ്ക്ക് എന്താണല്ലോ ഇപ്പൊ അമ്മയുടെ കൂടെ നടന്നിട്ട് അറിയാം അമ്മ ഇതാണ്. അപ്പൊ അമ്മയെ കാണാണ്ട് വന്നപ്പം ചോദിച്ചില്ലേ എപ്പോഴും? ഒരുപാട് പ്രാവശ്യം ചോദിച്ചു. അപ്പോൾ ആദ്യ കാലത്തെല്ലാം അമ്മ മരിച്ചു പോയി എന്ന് പറഞ്ഞിരുന്നു. ചെറിയ പ്രായത്തിലെല്ലാം ഞങ്ങളോട് അമ്മ മരിച്ചുപോയി, അമ്മയെക്കുറിച്ച് ചോദിക്കരുതെന്ന് പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ചോദിച്ചിട്ടില്ല. പക്ഷെ അതിനകത്ത് പിന്നെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇത് എക്സ്ചേഞ്ച് മാരേജാണ്. അമ്മയുടെ ആങ്ങളെ ഇവിടുന്ന് കല്യാണം കഴിച്ചു, അങ്ങനെ ഒരു കല്യാണം ഉണ്ടല്ലോ. മനസ്സിലായി. ഇവിടെ നിന്ന് ഒരു പെണ്ണെടുക്കുമ്പോ ആദ്യം അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അത് കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് അച്ഛൻ്റെ പെങ്ങളെ അങ്ങോട്ട് കൊടുത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയാം. അവർ വന്ന് പറയും, കുട്ടികളൊക്കെ വന്ന് പറയും, അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. പിന്നീട് അപ്പം ഇന്നല്ലെങ്കിൽ നാളെ അമ്മയുമായിട്ടൊരു ജീവിതം ഉണ്ടാകും, അച്ഛൻ ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചു. അത് ഒരു 2 വർഷത്തോളം അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു, അങ്ങനെ പോയി. അതിനിടയ്ക്ക്, അതായത് അമ്മയെ ഇങ്ങോട്ട് വിട്ടതിന് ശേഷം 6 മാസം കൊണ്ടാണ് ഇവിടെ വന്ന് കത്തിക്കുത്തെല്ലാം ചെയ്തായിരുന്നു. അച്ഛനൊരു കത്തിക്കുത്തൊക്കെ നടത്തിയായിരുന്നു. അമ്മയെ വന്ന് കുത്തി. അമ്മ മരണത്തിനോട് അടുത്തതാണ്. അച്ഛൻ ഇവിടെ വന്നിട്ട് അതിൻ്റെ ബേക്കിൽ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. സംഭവം എന്താണെന്നൊന്നും ഇതുവരെ അറിയില്ല. അങ്ങനെ അമ്മയെ കുത്തി, അമ്മയുടെ അച്ഛനെ കുത്തി, അമ്മയുടെ ചേച്ചിയെ കുത്തി. രാത്രി ഇരുട്ടത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നേരം അത് അമ്മേനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, ഇനി അങ്ങോട്ട് ആലക്കോടേക്ക് ഇനി താമസത്തിന് പോകുന്നില്ല, അപ്പോൾ ഇരിട്ടിയിൽ എവിടെയെങ്കിലും നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം, താമസിക്കാനൊരു സ്ഥലമൊക്കെ കണ്ടെത്താമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നേരത്തെ വന്ന ആലോചനയൊക്കെ ചെയ്തു. അങ്ങനെ ആ ഒരു ആലോചനയ്ക്ക് വേണ്ടി വന്നതാണ് എന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നെ സന്ധി സംഭാഷണത്തിന് ചെന്നതാണല്ലേ? സന്ധി സംഭാഷണം എല്ലാം കഴിഞ്ഞു. പിന്നെ എന്താണെന്നറിയില്ല. അവിടെ സ്ഥലമെടുത്ത് താമസിക്കാം എന്നൊക്കെയുള്ളൊരു തീരുമാനമൊക്കെ എടുത്തെങ്കിൽ തന്നെ പിന്നീട് എന്താണ് അതിൻ്റെ പുറകിലുണ്ടായെന്ന് അറിയില്ല. പിന്നെ ഞങ്ങൾ അറിയുന്നത് പിറ്റേ ദിവസത്തെ പത്രവാർത്തയിൽ കത്തിക്കുത്തേറ്റ് ആശുപത്രിയിൽ പത്രവാർത്ത. നമുക്ക് എത്ര നിവൃത്തിയില്ലെങ്കിലും ഇളയച്ചനെന്നും പത്രം വരുത്തുമായിരുന്നു. അപ്പോൾ ആണ് ഇങ്ങനെ വാർത്ത വന്നേക്കുന്നത്. വാർത്ത വന്നു. പിന്നെ അതൊരു ടെലഗ്രാം സംവിധാനമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇവർ ടെലഗ്രാമൊക്കെ കൈമാറിയിട്ടോ അങ്ങനെ എന്തോ ആണ് അറിഞ്ഞ. എൻ്റെ അച്ഛനും കുത്തേറ്റു അന്നേരം. ഈ കുത്തുന്ന സമയത്ത് മണ്ണെണ്ണ വിളക്കും വെച്ചിട്ടാണ് വർത്തമാനം പറയുന്നത്. ആ സമയത്ത് കുത്തിയപ്പോഴത്തേനും അമ്മയുടെ ചേച്ചിയുണ്ട്, അമ്മയുടെ അച്ഛനുണ്ട്, ഇവരെല്ലാവരും എണീറ്റു. അയ്യോ എന്നെ കുത്തിയെന്ന് അമ്മ പറഞ്ഞപ്പോഴത്തേനും ഇവർ എണീറ്റപ്പോഴത്തേനും അച്ഛൻ ഇങ്ങനെ കത്തി വീശി. അപ്പോഴത്തേനും അമ്മയുടെ ചേച്ചിയുടെ കൈ അവരിങ്ങനെ മുറുക്കാൻ തിരുന്നതാണ്. ആ സമയത്ത് ഇങ്ങനെ കത്തിയും കൊണ്ട് ഈ അടക്ക ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെല്ലുമ്മച്ചി അത് കത്തി എടുത്തിട്ട് ഒരു കൊത്തു കൊടുത്തു. അപ്പോൾ അച്ഛൻ്റെ ഇവിടെ ഈ ഭാഗം ലേശം മുറിയുകയും ചെയ്തു. അങ്ങനെ അച്ഛൻ ആദ്യം അഡ്മിറ്റായി. പിന്നെ നാട്ടുകാരെല്ലാം കൂടി, ഇവർ 3-4 ആളുകളല്ലേ, ഇവരെല്ലാം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി ആക്കിയിട്ട് അച്ഛൻ തന്നെ എന്ത് ചെയ്തു, അച്ഛൻ ആദ്യം കേസ് കൊടുത്തു. പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു പ്രമാണിയായിട്ടുള്ള ഒരു വ്യക്തി പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഇവർ രണ്ടാമത് ഇവരുടെ ആൾക്കാർ കേസ് കൊടുത്തു. എങ്ങനെയാണെങ്കിലും അവസാനം അച്ഛൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു. പിന്നെ എന്നാലും പിന്നെ ജയിലിലിട്ടോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല. പിന്നെ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഇല്ലാത്ത കാരണം ഞങ്ങൾക്ക് അങ്ങനത്തെ അറിയില്ല. പിന്നെ അച്ഛൻ ജോലി സ്ഥലത്തായിട്ട് എപ്പോഴും പോകും. പിന്നെ ഒരു മാസം ചിലപ്പോൾ 2 മാസം കൂടി തിരിച്ചു വരും. അങ്ങനെയൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് കാണും. അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ആശാരിപ്പണി തന്നെ, എല്ലാവർക്കും ആശാരിപ്പണി തന്നെയാണ്. അപ്പോൾ പിന്നെ അച്ഛന് അമ്മയ്ക്ക് ചിലവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വിധിയായി. അങ്ങനെ ചിലവിന് കൊടുത്തുകൊണ്ടായിരുന്നത്. ആ സമയത്താണ് ഞാൻ നീലേശ്വരത്തേക്ക് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് അച്ഛനോട് പറയുന്നത്, അച്ഛൻ എനിക്ക് ലേശം പഠിക്കാനുള്ളത്, അച്ഛൻ എന്നെ ഒന്ന് പഠിപ്പിക്കുമെന്ന് ചോദിച്ചപ്പോൾ നീ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു. അവിടെ ചെന്നു. അച്ഛനപ്പോൾ നീലേശ്വരത്തായിരുന്നല്ലേ? അന്നേരം നീലേശ്വരം. ഈ പറഞ്ഞ രണ്ടാമത് കല്യാണം കഴിച്ചത് വീട്ടിലെല്ലാവരും അറിഞ്ഞിട്ട്? അതെ, കല്യാണം കഴിച്ചിട്ട് ഞങ്ങളറിയുന്നില്ല. ഒരു ദിവസം ഈ നമ്മുടെ ഈ സ്റ്റെപ്പ് മദറിനെ കൊണ്ട് വരുമ്പോഴാണ് അറിയുന്നത്. ഞങ്ങൾ സ്കൂൾ വിട്ടിട്ട് വലിയ പാടി നമ്മൾ മാങ്ങ എറിഞ്ഞ് പറിക്കും, ചിലിപ്പിക്കാൻ പറിക്കും, ഇങ്ങനെയെല്ലാം പറിച്ച് നിന്നെല്ലാം വരിക. അങ്ങനെ ഓടിച്ചാടി വീട്ടിൽ വരുമ്പോഴത്തേന് ഇങ്ങനെ ഒരാളുണ്ട്. ചേച്ചി ഇതറിഞ്ഞത്, ചേച്ചി ഭയങ്കര കരച്ചിൽ. എനിക്കും തോന്നിയില്ല, ആങ്ങളയ്ക്കും തോന്നിയില്ല. എന്തിനാ ചേച്ചി കരയുന്നതെന്നൊന്നും നമുക്ക് തോന്നിയില്ല. പിന്നെ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛനിങ്ങനെ കല്യാണം കഴിച്ചു, വേറെ ഒരു അമ്മയെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പൊരുത്തപ്പെട്ടു. അവർ 4-5 ദിവസം വീട്ടിൽ നിന്ന് അവരങ്ങ് തിരിച്ചു പോവുകയും ചെയ്തു.
പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വരും, 1-2 ദിവസം വീട്ടിൽ നിൽക്കും, പിന്നെ തിരിച്ചു പോകും അച്ഛൻ. അങ്ങനെയേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് ഞാൻ പഠിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നത്. നീലേശ്വരത്തേക്ക്. അവിടെ ചെന്നു കുറച്ച് നാൾ പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തെന്ന് പറയത്തില്ല, ഞാൻ അതിനകത്ത് ഇംഗ്ലീഷിന് ഞാൻ ഫെയിലായി. അത് പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട സമയത്തൊക്കെയാണ് പിന്നെ അവിടെ ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പ് മദറുമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോഴും അവർ ആ ഒരു കണ്ണുകൊണ്ടേ നമ്മളെ നോക്കുകയുള്ളൂ. അവർക്ക് കുട്ടികളുണ്ടോ? ഇല്ലില്ല, അവർക്ക് കുട്ടികളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു ആ ഒരു ലൈഫ്. അങ്ങനെ ചേച്ചി ആങ്ങളെയും ഇപ്പോഴും അവരുണ്ടോ അമ്മേ? ഇല്ല, അവരില്ലെന്നാണ് തോന്നുന്നത്. നമ്മൾ അന്വേഷിച്ചിട്ടൊന്നുമില്ല. അച്ഛനും അമ്മേനെ അച്ഛൻ മരിച്ചു. അച്ഛൻ 93 മരിച്ചു. അതിന് ആ സമയത്ത് ഇവർക്കൊരു ചെറിയ മെൻ്റൽ പ്രോബ്ലം എന്തോ ആയിട്ട് ഇവർ സ്വന്തം വീട്ടിലാണെന്നാണ് പറഞ്ഞത്. ഞാൻ എന്നിട്ട് ഒരു പ്രാവശ്യം അന്വേഷിച്ച് പോയിരുന്നു. അന്വേഷിച്ച് അവരുടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരവിടെ ഇല്ല. അവർ അവിടെ നിന്ന് സ്ഥലം വിറ്റ് പോയി എന്ന് മാത്രമാണ് അറിഞ്ഞത്. എങ്ങോട്ട് പോയി എന്നൊന്നും അറിയില്ല. പിന്നെ അങ്ങനെ ഞാൻ പിന്നെ ഒരു ദിവസം ഇങ്ങനെ അമ്മയ്ക്കിവിടെ, അന്നേരം ഞാൻ ഇതിനിടയ്ക്ക് 1-2 പ്രാവശ്യം ഇവിടെ വന്നു പോയിട്ടുണ്ട്. ഇരുട്ടിയാണെന്നറിയാമെങ്കിലും ഇരുട്ടി എവിടെയാണ് ഇരുട്ടി എന്ന് അറിയില്ല. നമ്മളെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ശീലങ്ങളല്ലേ ഉള്ളൂ. ഇന്നത്തെ പോലെ ബസ്സോ ഒന്നും ഒരു സൗകര്യമില്ല, ജീപ്പായിരിക്കുമല്ലോ. അങ്ങനെ അല്ല, ബസ്സുണ്ട്, പക്ഷെ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യണം. ഇവിടെ തളിപ്പറമ്പിൽ വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് അങ്ങനെ നാട്ടിൽ നിന്നും അങ്ങനെ തന്നെയാണല്ലോ. അപ്പം ഞാൻ നീലേശ്വരത്ത് പഠിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ പരീക്ഷയ്ക്ക് രണ്ടാമതൊന്ന് പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്ന ഒരു സമയത്താണ് പിന്നെ അവിടെ ഈ പറയുന്ന ഒരു ചെറിയ ഇൻസിഡൻറ്റ് നടക്കുന്നത്. ഞാൻ അന്നേരം എൻ്റെ നമ്മുടെ വീടിനടുത്തുള്ള ഒരു ചെറുക്കൻ്റെ പുസ്തകം വാങ്ങിയാണ് ഞാൻ പഠിക്കുന്നത്. അപ്പം ഞാനിപ്പോഴും ഓർക്കുന്നു, ഇംഗ്ലീഷിൻ്റെ ഒരു ഈ എറ്റേണൽ ഫ്ലെയിം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് അന്നുള്ളത്. അതുപോലെ തന്നെ പോയട്രി ആയിട്ടുള്ള പഠിച്ചു. ഞാൻ ആ പോയട്രി ഇങ്ങനെ വായിച്ചുകൊണ്ട് ഇരിക്കുക. എക്സാമിൻ്റെ ഒക്കെ സമയമായി വരികയാണ്. ഒരു വില്യം വേർഡ്സ്വർത്തിൻ്റെ കവിതയാണ്, ഒരു എന്താണ് സോളിറ്ററി റീപ്പർ എന്നാണ് അതിൻ്റെ. അതൊക്കെ ഞാനിപ്പോഴും അത് എൻ്റെ മനസ്സിലിരിക്കുക. അതിങ്ങനെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവൻ വന്നിട്ട് പറയുന്നത്, എനിക്ക് ആ പ്രോസിൻ്റെ പുസ്തകം ഒന്ന് തരുമോ, 2 ദിവസം കൊണ്ട് ഇത് കഴിയുമ്പോൾ തരാമെന്ന് പറയുന്നു. ഞാൻ പെട്ടെന്ന് റൂമിലേക്ക് കയറുമ്പോൾ വീട്ടിലാരും ഇല്ലല്ലോ. പുറകെ ഇവൻ വന്ന് എന്നെ വേറൊരു ഉദ്ദേശത്തോടു കൂടി വന്നു. അപ്പം ഞാനവിടെ കിടന്ന് ബഹളം വെക്കുന്നു. പെട്ടെന്ന് പിന്നെ അച്ഛൻ ആ സ്പോട്ടിൽ വരുന്നു. ഇവൻ ഇറങ്ങി ഓടുന്നു. അപ്പം അച്ഛൻ വിചാരിച്ചത് ഞാനും ഈ ചെറുപ്പക്കാരനുമായിട്ട് എന്തോ റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ്. എന്നിട്ട് അച്ഛൻ ഒന്നും മിണ്ടാതെ തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. എന്നെയാണെങ്കിൽ പൂക്കല പോലെ വിറയ്ക്കാൻ തുടങ്ങി. എന്താണ്, അച്ഛന് ഭയങ്കര ദേഷ്യക്കാരനാണ്. എന്താണ് വരാൻ പോകുന്നതെന്നൊക്കെ എനിക്ക് വല്ലാത്തൊരു പേടിയായി. എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അച്ഛൻ ഒറ്റ പോക്കങ്ങ് പോയി. ഞാൻ പിന്നെ വേഗം ഫ്രഷായി കുളിക്കാനായിട്ട് പേടിയാണ്, അച്ഛൻ വന്നു കഴിഞ്ഞാൽ എന്നെ ഉപദ്രവിക്കുമോ എന്തോന്നൊക്കെ ഉള്ള. അപ്പം ഞാൻ കുളിക്കാനൊക്കെ പോകാനുള്ള സാധനം എല്ലാം എടുത്ത് അലക്കാൻ കുറേ ദൂരെ പോകണം ഒരു തോട്ടിൽ. അങ്ങനെ ഞാൻ പോയി തിരിച്ചു വന്നു. സന്ധ്യയായിട്ടും അച്ഛനെ കാണുന്നില്ല. രാത്രിയായപ്പോൾ അച്ഛൻ കുറേ ആളുകളെയും കൂട്ടി ഇവനെയും കൂട്ടിയിട്ട് വന്നു. എന്നിട്ട് എന്നോട് അച്ഛൻ പറഞ്ഞു, എൻ്റെ മകളെ നീ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. ആ രാത്രിക്ക് അച്ഛനെ കുറേ ചൂടുകായും. അന്നേരം ഇവൻ പറയുന്നുണ്ട്, അറിയാതെ പറ്റിപ്പോയതാ, ഞാൻ അവളെ അങ്ങനെ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ അറിയാതെ പറ്റിപ്പോയതാന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഇവർ ഡേറ്റ് അങ്ങ് ഫിക്സ് ചെയ്തു, ഒരാഴ്ച. അപ്പോൾ 2-3 ദിവസമേ ഉള്ളൂ. ഇന്ന ദിവസം എത്രാം തീയതി രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് കല്യാണം കഴിപ്പിക്കാമെന്നങ്ങ് തീരുമാനിച്ചു. എനിക്കും വല്ലാത്ത ടെൻഷനായി. അതുപോലെ തന്നെ ഇവനെ സംബന്ധിച്ച് ഇവൻ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു, ഇനി ഇവിടുന്ന് നാട് വിടല് രക്ഷയുള്ളൂ. ചേച്ചിയെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. എനിക്ക് 18 വയസ്സ് തികച്ചിട്ടുമില്ല. 18 വയസ്സ് തികയാണെങ്കിൽ ഒരു മാസമില്ല, 2-3 ദിവസമേ ഉള്ളൂ. അന്ന് ഈ 18-ൻ്റെ കണക്കൊന്നും അറിയത്തില്ല. എന്നാലും ഞാനിവിടെ വന്നിട്ട് ഒരു 4-5 ദിവസം കഴിയുമ്പോഴാണ് എനിക്ക് 18 വയസ്സ് പൂർത്തിയാകുന്നത്. അവിടുന്ന് ഞാൻ ഒരു അമ്മച്ചിയോട് ഒരു 20 രൂപയും മേടിച്ച് എൻ്റെ SLC ബുക്ക് മാത്രം എടുത്ത് എൻ്റെ ഒരു കുഞ്ഞ് ബാഗിൽ വെച്ച് അവിടെ നിന്ന് ഒരൊറ്റ പോരുക. അവിടെ നിന്ന് നേരെ വരുന്ന അമ്മയുടെ അടുത്ത് വഴി ചോദിച്ച് വീട്ടിൽ വന്ന് കയറി. അങ്ങനെ ഇവിടെ അന്നേരം അമ്മ വല്ലാതെ അവശതയിലായിട്ട്, അമ്മയ്ക്ക് ഈ അലർജി, ആസ്മ അങ്ങനെയുള്ള രോഗം കൊണ്ട് ദുരിതപ്പെട്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ തിരിച്ചു പോകണമെന്ന് വിചാരിച്ചാണ് വരുന്നത്. പക്ഷെ അത് കഴിഞ്ഞില്ല. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് മൂത്തമ്മ പറഞ്ഞു, ഇവിടെ നിൽക്കാമെന്നുണ്ടെങ്കിൽ 2 പേർക്കും കൂടി ഒരു വീട് വെച്ച് തരാം. അപ്പോൾ അമ്മയ്ക്കൊരു 25 സെൻറ്റ് സ്ഥലമുണ്ട്, ഒരു വീട് വെച്ച് തരാം.
എന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരം ഞാൻ വിചാരിച്ചു ഇത്രയും വയ്യാത്ത അമ്മേനെ തനിച്ചാക്കിയിട്ട് ഞാൻ പഠിക്കുന്നതിൽ കാര്യമില്ല. ഇത്രയും ഞങ്ങളെ കാണാതെ സഹിച്ച ഒരമ്മയല്ലേ. അന്നേരം ഉള്ള സമയം ഇനി അമ്മയുടെ കൂടെ ജീവിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ഞാനിവിടെ നിന്നോളാം, ഞാൻ ഇനി എവിടെയും പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കൊരു കുഞ്ഞു വീടൊക്കെ വെച്ച് ഞാനും അമ്മയും താമസം തുടങ്ങി. ആ താമസം തുടങ്ങി കഴിഞ്ഞ 86-ലാണ് ഞങ്ങളവിടെ താമസം തുടങ്ങിയത്. 95-ലാണ് എൻ്റെ കല്യാണം നടക്കുന്നത്. അപ്പം നമുക്കൊന്നുമില്ല. വരുന്ന പ്രപ്പോസലുമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ പറയുന്നത് സ്ത്രീധനം വേണം, പിന്നെ നിൽക്കാൻ പറ്റില്ല. അപ്പം ഞാനൊരു ഡിമാൻഡ് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മയും കൂടെ നോക്കി ഇവിടെ നിൽക്കുന്ന ആളായിരിക്കണം. ആ അമ്മയ്ക്ക് ഇങ്ങനെ അസുഖങ്ങളൊക്കെ ഉള്ള കാരണം അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റിയ ഒരാളെ. അങ്ങനെ ആലോചിച്ച് വരുന്നവരെല്ലാം കറുത്ത പെണ്ണാണ്, ഒന്നും കിട്ടൂല, കാര്യങ്ങളൊന്നുമില്ല, പിന്നെ സൗന്ദര്യം അന്ന് പിന്നെ നമുക്ക് സൗന്ദര്യം വലിയൊരു കാര്യം തന്നെയാണല്ലോ. അന്നും ഇന്നുമില്ല. കറുപ്പെന്ന് പറഞ്ഞാൽ തന്നെ സൗന്ദര്യം ഇല്ലാത്ത ഒരു വസ്തു. അന്നും ഇന്നും എല്ലാം സൗന്ദര്യം എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇങ്ങനെ ഓരോരോ കുറ്റം പറഞ്ഞ് ഇങ്ങനെ കുറ്റമല്ല, നമുക്കുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ പറഞ്ഞ് കല്യാണങ്ങളെല്ലാം ഇങ്ങനെ മുടങ്ങിപ്പോവും. അങ്ങനെയാണ് ഈ ഒരു പ്രപ്പോസൽ വരുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനാണ് കൊണ്ടുവരുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ഹോട്ടലിൽ പണിയെടുക്കുക. അങ്ങനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, പിന്നെ അമ്മയോട് പറഞ്ഞത് കവൻ ചേച്ചി നമുക്ക് പറ്റിയൊരു ചെറുക്കനുണ്ട്, ഇച്ചിരി പ്രായമുണ്ട്, കുഴപ്പമൊന്നുമില്ല, മോശമായ സ്വഭാവമൊന്നുമില്ല, നമുക്ക് പിന്നെ അതൊന്ന് ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനന്ന് പണിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ വന്നു കണ്ടപ്പോഴത്തേനും ഞാൻ ഇയാളുടെ രൂപമോ ഭാവമോ ഇതൊന്നും അല്ല ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് എനിക്കിവിടെ നിൽക്കുന്ന ഒരാൾ വേണം. എന്നെ അമ്മയെ ഇട്ടിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. എന്ത് ജോലിയാണേലും പിടിച്ചു പറയും, മോഷണവും അല്ലാത്ത എന്താണേലും അധ്വാനിക്കാൻ മനസ്സുള്ള ഒരാൾ മതി. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ ഹോട്ടൽ പണിയാണോ ഇനി വേറെ എന്തെങ്കിലും ജോലി, അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമില്ല. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ അമ്മയും കൂടെ നോക്കണം. എനിക്ക് അമ്മ ഇട്ടിട്ട് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഇനി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് 2 മാസം കഴിയുമ്പം ഇവിടെ പറ്റില്ല, പോകണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് എല്ലാവരും ഒരു 1.5 മാസം കൊണ്ട് ആലോചനയായി. എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാ ആൾക്കാർ വന്നു, ആങ്ങളെയും ഇളയച്ചനും ഒക്കെ വന്നു. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴേ എനിക്ക് ഇയാളുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ ഒരു വൈകൃതം, എന്തൊക്കെ ഹൈഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുക. അന്നേരം പറഞ്ഞു നിങ്ങളെന്താ ഈ ഒളിച്ചും പാത്തുമൊക്കെ ഓരോന്ന് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞു. ഞാൻ അങ്ങനെയൊന്നുമില്ല, നിനക്കറിയില്ലേ, എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാനൊന്നും അറിയില്ല, നീ എന്താ എന്നോട് അങ്ങനെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് എന്തായാലും ജോലിക്ക് പിന്നെ പോകാൻ മടിയായിരുന്നു. ഒരു ജോലിക്കും പോകാൻ മടിയായിരുന്നു. അപ്പം ഞാൻ സ്ഥിരം കൂലിപ്പണി എടുത്തോണ്ട് നടന്നതാണ്. പിന്നെ ഈ കൊക്കോയുടെ കുരു എടുക്കുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയായിരുന്നു കുറേ നാളുകളായിട്ട് പണി എടുത്തോണ്ടിരുന്നത്. അങ്ങനെ കല്യാണം കഴിഞ്ഞു. പ്രഗ്നൻസി ആയി 2-3 മാസം കഴിയുമ്പോൾ എന്നോട് പറയുന്നത് എനിക്ക് പണിയൊന്നുമില്ല, നീ പണിക്ക് പോകുമെന്ന് പറഞ്ഞു. അന്നേരം അമ്മ പറഞ്ഞു അവളെ പണിക്ക് നീ വിടാൻ പറ്റത്തില്ല, നിനക്ക് അവളെ നോക്കാൻ പറ്റിയില്ലെങ്കിൽ നീ ജീവിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പുള്ളി ഓരോരോ പണിക്കാരെന്നും പറഞ്ഞു പോകും. എൻ്റെ കയ്യിൽ നിന്ന് കുറേശ്ശെ സ്വർണ്ണമൊക്കെ മേടിച്ചു പണയം വെക്കാനൊക്കെ കൊണ്ടുപോകും. അങ്ങനെ ആയി. പിന്നെ എന്നെ ചെക്കപ്പ് നടത്തേണ്ട സമയം ആകുമ്പോഴത്തേനും എവിടെയായാലും ഓടി വരും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് നടത്തും, എനിക്ക് വേണ്ടതെല്ലാം വാങ്ങിത്തരും. ആർക്കും ഒരു സംശയം തോന്നില്ല. മദ്യപിക്കുകയില്ല, പുകവലിക്കുകയില്ല, അങ്ങനത്തെ ദുശീലങ്ങളൊന്നുമില്ല. എപ്പോഴും നല്ല കുളിച്ച് കുട്ടപ്പനായിട്ട് നല്ല സുന്ദരനായിട്ടൊക്കെ നടക്കുള്ളൂ. അപ്പം പുള്ളിക്കുള്ള വിഷയം എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ് പുള്ളിയുടെ വിഷയം. അത് പുള്ളി എവിടെയെങ്കിലും ഇതുപോലെയുള്ള നിർദ്ധനരായിട്ടുള്ള വീടുകളിൽ ചെല്ലുക, പ്രത്യേകിച്ച് പുരുഷന്മാരില്ലാത്ത വീട്ടിൽ ചെല്ലുക, അങ്ങനെയുള്ള പെൺകുട്ടികളെ കാണുക, കല്യാണം കഴിക്കുക, അവിടെ നിന്ന് കിട്ടുന്ന എല്ലാം അടിച്ചു മാറ്റി പോരുക. ഇങ്ങനെയാണ് പുള്ളിയുടെ സ്വഭാവം ഉണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് 6 months ഉള്ള സമയത്ത് വേറെ നമ്മുടെ നാട്ടിൽ തന്നെ, അതായത് എൻ്റെ ഞങ്ങൾ താമസിക്കുന്നതിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ അകലെ പോയിട്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെയല്ലായി ഞാൻ
പ്രസവത്തിന് സമയമായി. പെട്ടെന്ന് അമ്മ എന്നെ കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. അന്നേരം അമ്മ പറയുന്നുണ്ട്, നീ ഇപ്പോൾ ജോലിക്കൊന്നും ഇനി പോകണ്ട, കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാകണം, പെണ്ണിനെ കൊണ്ട് പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല, നീയും കൂടെ വേണമെന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ എവിടെയായാലും ഞാൻ വരും അമ്മയെന്നും പറഞ്ഞ് പോയി. അങ്ങനെ ഒരു ഡിസംബർ 5-ാം തീയതി രാവിലെ ഇയാൾ പോകുന്നു. 7-ാം തീയതി രാവിലെ എനിക്ക് അസുഖം ഉണ്ടായി. അമ്മ പെട്ടെന്ന് എന്നെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറയുന്നു സിസേറിയൻ വേണം, പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ പിന്നെ നമുക്കൊരു ഹെൽപ്പിനായിട്ടൊരു ചേച്ചിയായിരുന്നു, അവർ നമ്മുടെ സ്കൂളിൽ കഞ്ഞി വെക്കുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ അങ്ങനെ ഇവിടെ പിന്നെ ഡിസംബർ 7-ാം തീയതി 11:20 ഇവൾ ജനിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ എൻ്റെ സ്വർണം കുറച്ച് പണയം വെച്ചിട്ട് അമ്മ കുറച്ച് പൈസ ബാങ്കിൽ അവിടെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് നമുക്ക് ആ പൈസ എടുക്കാൻ പറ്റാത്ത കൊണ്ട് അപ്പോൾ എൻ്റെ ബ്രദറിനോട് പിന്നെ അമ്മ കൂടെ എൻ്റെ അനിയത്തിയോ മറ്റാണ് കൂടെ ഉണ്ടായിരുന്നത്, മൂത്തമ്മയുടെ മകൾ, അവളുടെ കയ്യിൽ ഒരു ലെറ്റർ എഴുതി കൊടുത്തു വിട്ടു. അപ്പോൾ അവിടെ നിന്ന് നേരെ നാട്ടിലേക്ക്, എൻ്റെ ആങ്ങളുടെ നാട്ടിലേക്ക് ബസ്സുണ്ട്, ആ ലെറ്റർ കൊടുത്തു വിട്ടു. എന്നിട്ട് ലേശം പൈസ കൊടുത്തു വിടണം എന്ന് പറഞ്ഞിട്ട് അവൻ കുറച്ച് പൈസ എല്ലാം തന്ന് സഹായിച്ചായിരുന്നു. പിന്നീടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെയുള്ള ഒരു ജീവിതമാണ്. അമ്മ ഈ പറഞ്ഞ പോലെ അമ്മ ഹോസ്പിറ്റലിൽ കണ്ട് കുഞ്ഞിനെ കാണാൻ വന്നില്ലേ? കുഞ്ഞിനെ കാണാൻ വന്നു. അപ്പോൾ 5-ാം ദിവസമാണ് കുഞ്ഞിനെ കാണാൻ വേണ്ടി വരുന്നത്. കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് ലേശം ചോറ് വെച്ചിട്ട് വന്നുകൂടായിരുന്നോ പിന്നെ എന്ന് ചോദിച്ചു. അപ്പം വീട്ടിൽ സാധനങ്ങളൊക്കെ ഉണ്ടെന്നേരം ഒരു ചമ്മന്തി അരച്ച് ലേശം ചോറ് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ എനിക്ക് ഹോട്ടലിലെ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് എന്തൊക്കെയോ പ്രയാസം. അന്നേരം പറഞ്ഞു, അത് പിന്നെ ഇവരെല്ലാം പാചകം ചെയ്യും, എല്ലാ ഭക്ഷണം പാചകം ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു ലേശം ചമ്മന്തി അരച്ചിട്ടെങ്കിലും കൊണ്ടുവന്നില്ല. അന്നേരം പറഞ്ഞു, ഞാൻ നിനക്ക് ചോറ് വാങ്ങിക്കൊണ്ട് തരാമെന്ന് പറഞ്ഞ് പോയയാൾ പിന്നെ അന്നത്തെ ദിവസം വരുന്നില്ല. പോയയാൾ പിന്നെ പിറ്റേ ദിവസം ഉച്ചയായപ്പോഴത്തേനും വരുന്നു. വന്നു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അമ്മക്ക് തീരെ കയ്യില്ലല്ലോ, ഞാനതുകൊണ്ട് എൻ്റെ മച്ചുവൻസിനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, മച്ചുവൻസിയോ? അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഈ നാൾ വരെ അങ്ങനെ ഒരു മച്ചുവൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. മച്ചുവൻസിയോ? എവിടെയുള്ള? ചീമേനിയിലുള്ള എൻ്റെ മച്ചുവൻസി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അമ്മക്ക് കയ്യില്ല, എൻ്റെ കാര്യങ്ങൾക്കെല്ലാം അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാന്ന് പറഞ്ഞു. ഞാൻ അന്നേരം അമ്മയോട് പറഞ്ഞു, വേഗം വീട്ടിൽ പൊക്കോ, ഏതോ കള്ളീനെ വീട്ടിൽ കൊണ്ടേ ആക്കിയിട്ടുണ്ട്, വേഗം വീട്ടിൽ പൊക്കോ അമ്മേ, ഇവിടെ അമ്മ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അന്നേരം അമ്മ ചോദിച്ചു, അത് അവിടെ അവൻ്റെ ഒരു പെങ്ങളെ കൊണ്ടുവന്നതിന് നീ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാൻ പറഞ്ഞു, പെങ്ങളാണോ പെമ്പറനോത്തിയാണോന്ന് ആരാ അറിയുന്നത്, വേഗം പോ, വീട്ടിൽ ചെല്ലരുത്, അല്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ വീട്ടിൽ കൂടും കുറുക്കൊന്നും കാണുകയില്ല എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു, നിങ്ങളവിടെ നിൽക്ക്, നിങ്ങൾ പോകണ്ട, നിങ്ങളവിടെ നിൽക്ക് എന്നും പറഞ്ഞ് പുള്ളീനെ അവിടെ നിർത്തി അമ്മയെ പറഞ്ഞു വിട്ടു. അപ്പോഴേക്കും പിന്നെ ചേച്ചി വന്നു, എൻ്റെ ചേച്ചി വന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഇയാൾ വീട്ടിലേക്ക് പോയി. ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ വീട്ടിലേക്ക് പോക്കുമെന്ന് പറഞ്ഞു. പുള്ളീനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് പിന്നെ അമ്മ ചെല്ലുമ്പോൾ കാണുന്നത് ഞങ്ങൾ രണ്ടുപേരും കിടക്കുന്ന കട്ടിലിൽ കയറിയിട്ട് ഒരു പെണ്ണും ഒരു കൊച്ചും കൂടെ നല്ല സുഖത്തിൽ ഉറക്കമാണ്. മുറ്റത്തൊരു 4-5 അയയും കൂടെ കെട്ടിയിട്ടുള്ള തുണിയെല്ലാം അലക്കി കുഞ്ഞു കുട്ടി 2.5 വയസ്സായ ഒരു കുട്ടിയുടെ അടക്കം ഡ്രസ്സുകൾ, സാരി, അങ്ങനെ ഡ്രസ്സെല്ലാം അലക്കി വിരിച്ചേക്കുക. വീട്ടിൽ ചെന്നിട്ട് അമ്മ ചോദിച്ചു, ഇതാരെ എൻ്റെ വീട്ടിൽ കയറി കിടക്കുന്ന ഞാളില്ലാത്ത നേരത്തെന്ന് പറഞ്ഞപ്പോൾ ഇവള് വേഗം ചാടി എണീറ്റു. അവൾ പറഞ്ഞു, ഞാൻ രവിയേട്ടൻ്റെ പിന്നെ അതായത് അച്ഛൻ്റെ ചേട്ടൻ്റെ രവിയേട്ടൻ്റെ മൂത്തച്ഛൻ്റെ മോളാണ് ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് മച്ചുവൻചി എന്നല്ല, മച്ചുവൻചി എന്ന് പറയുന്നത് നമ്മളെ അച്ഛൻ്റെ വെങ്ങടെ മക്കളെയാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അമ്മ പറഞ്ഞു, നീ മച്ചുവൻചി ആണെന്നാണല്ലോ അവൻ പറഞ്ഞത്, ഇപ്പം ചേട്ടൻ്റെ മോളായോ എന്ന് പറഞ്ഞു. എവിടെ നിന്നാണ് പറഞ്ഞത് എന്താണെന്നെല്ലാം ചോദിച്ചു. കാര്യങ്ങൾ കള്ളത്തരം മാത്രം കുറേ വളച്ചൊടിച്ചൊക്കെ പറഞ്ഞു. വൈകുന്നേരം ആയപ്പോഴത്തേനും പുള്ളിക്കാരൻ വീട്ടിൽ ചെന്നത് നാട്ടുകാർ മുഴുവൻ വളഞ്ഞു. നാട്ടുകാർ മുഴുവൻ വളഞ്ഞു. പിന്നെ പറഞ്ഞു, നീ പെണ്ണ് പ്രസവിക്കാൻ പോയ സമയത്ത് നീ ഏതോ ഒരു പെണ്ണിനെ കൊച്ചിനും കൂടെ ഇവിടെ കൊണ്ടുപോയി താമസിച്ചാൽ നീ അത്ര നല്ല ആളല്ല, എന്തായാലും ഈ പണി ഇവിടെ പറ്റത്തില്ല, നിന്നെ പോലീസിൽ ഏൽപ്പിക്കാൻ പോകുമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഞാൻ അങ്ങനെയുള്ള കള്ളനൊന്നുമല്ല, ഞാനൊരു പൊട്ടായതൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയെല്ലാം പറഞ്ഞു. അമ്മ അന്നേരം പറഞ്ഞു, എന്തായാലും വേണ്ടില്ല, നാളെ രാവിലെ
പെങ്ങളായാലും വേണ്ടില്ല, പെമ്പറന്നൂത്തി ആയാലും വേണ്ടില്ല, പിടിച്ചെടുത്ത് കൊണ്ട് നീ വിട്ടേക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ പറഞ്ഞ് സമാധാനമായി നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ കൊച്ചിനെ പിന്നെ ഇപ്പം ഈ പെണ്ണുങ്ങളെ കൂടെ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയി എവിടെയോ വിട്ടു. ഞങ്ങൾ 9-ാം ദിവസം ഡിസ്ചാർജ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഒരു 10-40 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഈ പോയ ഈ കൊച്ചിനെ കൂടി ഒരു ദിവസം വരിക. ഞാൻ അന്നേരം ഈ താഴത്തെ ഓലിയിൽ പോയി തുണി ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അന്നേരം അമ്മ എന്നെ അവിടെ നിന്ന് നീട്ടി വിളിച്ചു, വേഗം ഇങ്ങ് കയറി വന്നേന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അന്നേരം കൊച്ചെണീറ്റോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഇല്ല, കൊച്ചെണീറ്റില്ല, നീ വേഗം ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. വേഗം വാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തോ വേറെ എന്തെങ്കിലും ആയിരിക്കും. ഓടി ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇവർ രണ്ടുപേരും ഉണ്ട്. അന്നേരം പറഞ്ഞു, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ട്. രവിയേട്ടൻ എൻ്റെ കൂടെ എന്നെ കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷേ ഇത് രവിയേട്ടൻ്റെ മോളാണ്. 2.5 വയസ്സുണ്ട് ആ കൊച്ചിന്. നല്ല എന്ന് വെച്ചാൽ നല്ല, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞു. ഇപ്പോൾ കീഴ്പള്ളിയിൽ ഒരു വെളിമാനം എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു പെണ്ണുണ്ട്, അവരിപ്പോൾ 6 മാസം ഗർഭിണിയാണെന്ന് പറഞ്ഞു. അന്നേരം ഞാനിങ്ങനെ ഓർത്തു, ഒരു ദിവസം ഞാൻ പ്രസവിക്കുന്നതിനൊക്കെ മുമ്പാണ്, ഞാനൊരു ദിവസം ഇങ്ങനെ കട്ടിൽ ഇങ്ങനെ തട്ടി കുഴഞ്ഞു വരുമ്പോൾ ഒരു കടലാസ് കഷ്ണത്തിൽ ആ പെണ്ണിൻ്റെ അഡ്രസ്സ്, പേര്, ഇതെല്ലാം ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ഒച്ചത്തിങ്ങനെ വായിച്ചു, ഇതേതാ ഈ പെണ്ണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കുളിക്കാൻ തന്നെ ആൾ ഓടി വന്നിട്ട് ഇത് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ചുരുട്ടിയൊക്കെ കൂടി കളഞ്ഞു. അപ്പോൾ പല കാര്യങ്ങളും കൊണ്ട് എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. ഇവരുടെ നീക്കങ്ങളിൽ എനിക്ക് ഡൗട്ട് നന്നായിട്ടുണ്ട്. ഇയാൾക്ക് എന്തോ വേറെ എന്തൊക്കെയോ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അങ്ങനെ വേഗം ഞാനത് എൻ്റെ ഒരു ഡയറിയിലോട്ട് വെറുതെ ഞാനത് എഴുതി വെച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നീട് ഈ പെണ്ണ് വന്ന് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, അന്ന് ഞാൻ എഴുതി വെച്ച ഈ പെണ്ണിൻ്റെ അഡ്രസ്സാണല്ലോ എന്ന് വിചാരിച്ച് ഇവൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ ഓടിച്ചെന്ന് ആ ഡയറി പരതി എടുത്ത് ഞാൻ ആ ഡയറിയിൽ നോക്കുമ്പോൾ അതിനകത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് മനസ്സിലായി, അത് കറക്റ്റ് ആയിരിക്കുമെന്ന്. അങ്ങനെ ഇവൾ വന്ന് പോയി. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ അത് പോയെന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അമ്മ എന്നിട്ട് അടുത്ത വീട്ടിലെ ഒരു ചേട്ടനെയും കൂട്ടി പിറ്റേ ദിവസം അന്വേഷിക്കാൻ പോയി. അവിടെ ചെല്ലുമ്പം ഞങ്ങളിവിടെ കല്യാണത്തിന് മേടിച്ച് കൊടുത്ത ലുങ്കി ഷർട്ടെല്ലാം അലക്കി അയൽ വിരിച്ചിട്ടേക്കുക. അമ്മ പറഞ്ഞു ഒരു തെളിവും വേണ്ടായിരുന്നു, അവൻ്റെ മുണ്ടും ഷർട്ടും അല്ലാതെ അവിടെ കിടപ്പുണ്ടായിരുന്നു പറഞ്ഞു. അവിടെ പോയി തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ചോദിച്ചു, ഇനി എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുറച്ച് പേപ്പർ മേടിച്ചിങ്ങനെ അന്നേരം എന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് ഞാൻ എല്ലാം കോപ്പി ടു വെച്ച് ഇരുട്ടി CI CI, കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി, ആഭ്യന്തരമന്ത്രി, DGP എല്ലാവർക്കും കോപ്പി ടു വെച്ച് അങ്ങോട്ട് പരാതി അയച്ചു. എല്ലാം ഉണ്ട് വീട്ടിലിപ്പോൾ. പോലീസുകാർ പിന്നെ വരാൻ തുടങ്ങി ഓരോ ഭാഗത്തുനിന്നും. ഇത് മുകളിൽ നിന്ന് CI വന്നു, അന്വേഷിച്ചു പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ജില്ലാ ഓഫീസിൽ നിന്നുള്ളതായി. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ വന്ന് പോലീസുകാർ പിന്നെ നിത്യസന്ദർശനം പോലെയായി. എന്തെങ്കിലും വിവരമുണ്ടോ, ഫോട്ടോ ഉണ്ടോ, അതുകൊണ്ട് അതിനിടയ്ക്ക് ഞങ്ങളുടെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു. പിന്നെ എൻ്റെ ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് കുറേ സപ്ലൈ ചെയ്യുന്ന ഫോട്ടോ, അങ്ങനെ വേറെ എന്തൊക്കെയോ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് 1-2 എനിക്ക് കിട്ടിയായിരുന്നു. ഞാൻ അത് വീട്ടിൽ വെച്ചിരുന്നു. ആ ഫോട്ടോസ് എല്ലാം എപ്പോഴൊക്കെയോ എടുത്ത് നശിപ്പിച്ച് കളഞ്ഞു. ഒന്നുമില്ല, ഒരു പ്രൂഫും അയാളുടേതില്ല. അങ്ങനെ പോലീസുകാരോട് പോലീസ് പറഞ്ഞു, ഒരു രക്ഷയില്ല കേട്ടോ, ഇനി ഏതെങ്കിലും സമയത്ത് അവൻ വരുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സുപ്രഭാതത്തിലുണ്ട് ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വന്ന് കുറച്ച് ദിവസം അവൾ പരാതി കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഇയാൾ വന്നു. വരുന്ന വഴിക്ക് തന്നെ ആൾക്കാർ കണ്ടിട്ട് ഓടി വീട്ടിൽ വന്നു. അയൽവാസികൾ, രവീന്ദ്രൻ വരുന്നുണ്ടെന്നും പറഞ്ഞോട്ട് ഓടി വന്നു. അമ്മ അപ്പം നമുക്ക് മറപ്പരയൊന്നും ഇല്ല, ടോയ്ലറ്റൊന്നും ഇല്ല. നമ്മൾ പുറകിൽ ഇങ്ങനെ ഓലയൊക്കെ മറച്ച് കെട്ടി അങ്ങനെയാണ് കുളിക്കുന്നത്. അമ്മ കുളിക്കുന്നതിനിടയ്ക്ക് ഞാൻ ഓടി ചെന്ന് പറഞ്ഞു, അമ്മേ രവിയേട്ടൻ വരുന്നുണ്ടെന്ന്. നിങ്ങൾ ചോദിച്ചിട്ട് അമ്മ ഇത്തിരി കഴിഞ്ഞപ്പോൾ അമ്മ ഏത് മായം പോയെന്ന് അറിയത്തില്ല. ഞാൻ പിന്നെ അമ്മ ഇപ്പം ഡ്രസ്സ് മാറി വരുമെന്ന് ഓർത്തോണ്ടിരിക്കുമ്പോൾ പുറകെ ചെന്ന് നോക്കുമ്പോൾ അമ്മയില്ല. അമ്മ ഡ്രസ്സ് മാറിയിട്ട് ഒരൊറ്റ ഓട്ടം അവിടെ നിന്ന് ഓടി. ഫോണുള്ള ഒരു വീടെന്ന് പറഞ്ഞാൽ കുറേ ദൂരം പോകണം, ഒരു പട്ടാളക്കാരുടെ വീടാണ്. അവിടെ ചെന്നിട്ട് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് പോലീസുകാരൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ അവൻ വന്നിട്ടുണ്ട്, പിന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു,
ഞങ്ങളെ പണിക്കത്തിന്നാ വിളിക്കുക. പണ്ട് പണിക്കനും പണിക്കത്തിന്നാ അങ്ങനെയാണ്. അന്നേരം പറഞ്ഞു കമലപ്പണിക്കത്തി പോയിക്കോ, ഞാൻ വേണ്ട ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളങ്ങനെ കാത്തിരിക്കുവാണ്. അപ്പോൾ സന്ധ്യയായപ്പം വീട്ടിൽ വന്ന് കയറി. വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു എനിക്ക് തീരെ വയ്യായിരുന്നു, പനിയായിട്ട് ആശുപത്രിയിലായി പോയി. പുത്തൂരെന്ന് പറയുന്ന ഒരു സ്ഥലം, കർണാടകയിലെ പുത്തൂരെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഉണ്ടായത്. പനി പിടിച്ച് ആശുപത്രിയിലായി എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഇങ്ങനെ വന്ന് പറയും. പക്ഷേ പുള്ളി പറയുന്നതൊന്നും എനിക്ക് കേൾക്കില്ല. ഇതിനെ ഇപ്പം വന്ന് പോലീസ് പിടിക്കുമല്ലോ. അപ്പം ആദ്യമായിട്ടുള്ള അനുഭവമല്ലേ പോലീസ് കോടതി എന്നൊക്കെ പറയുന്നത്. എൻ്റെ നെഞ്ചിങ്ങനെ പടപടക്ക. എന്നോട് ചോദിച്ചു എന്താ നിനക്കെന്താ, എന്തോ ഒരു വയ്യാത്ത പോലെയുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ലയെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ പോലെ തന്നെ താഴെ ഒലിയിൽ പോയി കുളിക്കാൻ പോയി. അപ്പോഴത്തേനും ഈ അയൽവാസികൾ മുഴുവൻ വീട് ചുറ്റും വളഞ്ഞു. കപിലാവിൻ്റെ കൊമ്പത്തും അവിടെ ഇവിടെ എല്ലാം ആയിട്ട് നാട്ടുകാർ മുഴുവൻ ഇങ്ങനെയായി. പോലീസിലേക്ക് വിളിക്കുമ്പോഴത്തേനും അവർക്ക് വണ്ടിയില്ല, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ 9 മണി രാത്രി അപ്പോഴത്തേനും കുളി കഴിഞ്ഞേച്ച് വന്നു. എന്നോട് പറഞ്ഞു എനിക്ക് ലേശം എന്തെങ്കിലും തന്നേന്ന് പറഞ്ഞു. ഭക്ഷണം എടുത്തു കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഇച്ചിരി ചോറ് വിളമ്പമ്മേ കൊടുക്കമ്മ എന്ന് പറഞ്ഞു. വേഗം ചോറ് വിളമ്പി കൊടുത്തു. എന്നോടും പറഞ്ഞു ഒത്തിരി ആയില്ലേ നമ്മൾ ഒന്നിച്ച് കഴിച്ചിട്ട്, നീ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇവളെ മടിയിൽ വെച്ചിരുന്നു. എനിക്കൊന്നും കഴിക്കാനൊന്നും പറ്റുന്നൊന്നുമില്ല, ഇപ്പോൾ പോലീസ് വരുമല്ലോ, ഉറപ്പായിട്ട് പോലീസ് വരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പം വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. പുള്ളി ഭക്ഷണം കഴിച്ച് പോയി കിടന്ന് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും കൊണ്ട് വന്നിട്ട് രവി ഇല്ലേ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്, ആരാ എന്ന് ചോദിച്ചു. ഞാൻ ഐരിട്ടി പോലീസാന്ന് പറഞ്ഞു. അപ്പം വേഗം ഡോറ് തുറന്നിറങ്ങി വന്നു. ഇവരെല്ലാവരും പോലീസ് നിൽക്കുന്നു, ആൾക്കാരെല്ലാം നാട്ടുകാരെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു. എന്നോട് ചോദിച്ചു വസ്തുത പറഞ്ഞ് മനസ്സിലാക്കിയോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറഞ്ഞു. അമ്മ അന്നേരം പറഞ്ഞു നീ എൻ്റെ മോളെ കല്യാണം കഴിച്ചിട്ട് നീ ഇന്ന സ്ഥലത്ത് പോയിട്ട് വെളിമാനത്ത് പോയൊരു പെണ്ണിനെ കല്യാണം കഴിച്ചില്ലേ, അതുപോലെ തന്നെ നീ ഒരുത്തിയും കൊണ്ട് ഇവിടെ വന്നില്ലേ, അത് കാരണം ഇനി എൻ്റെ പെണ്ണിന് നിന്നെ വേണ്ടെന്നാണ് പറയുന്നത്, അവൾ കേസ് കൊടുത്തിട്ട് വന്നാന്ന് പറഞ്ഞു. ഞാനങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു രവേട്ട എന്നോട് ഇനി ഒന്ന് കള്ളത്തരം ഇനിയെങ്കിലും പറയല്ലേ, എന്നോട് ഇനി നിങ്ങൾ കള്ളത്തരം പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് ഈ വെളിമാനത്ത് നിന്നുള്ള കല്യാണ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ കല്യാണ ഫോട്ടോ എടുത്ത് കാണിച്ചത് നിങ്ങളുടെ എന്നും പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞപ്പോൾ പോലീസ് വന്നങ്ങ് കൂട്ടിക്കൊണ്ട് പോയി. ഈ കല്യാണത്തിന് ഇട നിന്നയാൾ പാർട്ടി മെമ്പറായിരുന്നു. ഇട നിന്നയാൾ. പക്ഷെ അയാൾ ഇന്നസെൻ്റ് ആണ് കേട്ടോ, അയാൾക്ക് അറിയില്ല. അപ്പം അന്വേഷണം പോകുന്ന വഴിക്ക് ഇയാളിലേക്കും വരുമല്ലോ. രവിയെ പോലീസ് പിടിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഇയാൾ രായിക്ക് രാമാനും ഉള്ള നേതാക്കന്മാരുടെ വീടുകളിൽ കൂടി എല്ലാം ഓടി എത്തി. അപ്പം ഞങ്ങളോട് പറഞ്ഞത് രാവിലെ 9 മണിയാകുമ്പോൾ സ്റ്റേഷനിൽ വന്നേക്കാനാണ് പറഞ്ഞത്. ഞങ്ങൾ കൃത്യം 9 മണിക്ക് ഞാൻ ഇവളെയും കൈക്കുഞ്ഞുമായിട്ട് താങ്ങി പിടിച്ച് ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ്റെ സ്റ്റെപ്പ് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആരാന്ന് ചോദിച്ചു. ഫ്രണ്ട് ഓഫീസിലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇന്നലെ അമ്മയാണ് പറയുന്നത്, ഇന്നലെ ഇങ്ങനെ ഒരു ആളെ പോലീസ് കൊണ്ടുവന്നായിരുന്നു, പിന്നെ അവൻ്റെ ഭാര്യയാണിത് എന്ന് പറഞ്ഞു. അയാളെ വിട്ടല്ലോ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ചോദിച്ചു വിട്ടോ, എങ്ങോട്ട്? അയാളെ വിട്ടു. അയാൾ ഇന്നലെ രാത്രിയിൽ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു, അയാൾക്ക് എന്തൊക്കെയോ അസ്വസ്ഥതയായിരുന്നു, വയറുവേദനയോ എന്തൊക്കെയോ ആയിട്ട് അയാൾ ഭയങ്കര അസ്വസ്ഥയായിരുന്നു, അതുകൊണ്ട് അയാളെ വിട്ടു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു വയറുവേദനയോ അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ പിടിച്ചു തന്ന പ്രതിയെ നിങ്ങൾ പുറത്തോട്ട് വെറുതെ വിടുകയാണോ ചെയ്യുന്നത്? നിങ്ങൾ ഹോസ്പിറ്റലിൽ ഹാജരാക്കുകയല്ലേ ചെയ്യണ്ടേ? ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, എൻ്റെ കാര്യത്തിന് എന്താ തീരുമാനമുള്ളത് ചോദിച്ചു. അന്നേരം പോലീസുകാരെല്ലാം കുറേ പേര് വന്ന് വട്ടമിട്ടു. അവൻ 6 കല്യാണം കഴിച്ചെന്ന് സമ്മതിച്ചു കേട്ടോ എന്ന് പറഞ്ഞു. 6 കല്യാണം കഴിച്ചെന്ന് സമ്മതിച്ചു എന്ന് പറഞ്ഞു. അപ്പം നമുക്കറിയാവുന്ന ഈ ഞാനടക്കം 3 പേരാ. 6 കല്യാണം കഴിച്ചെന്ന് സമ്മതിച്ചു. മുള്ളേരിയ എന്ന് പറയുന്നൊരു സ്ഥലത്തുണ്ട്, പിന്നെ ബന്തെടുക്ക എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്, പിന്നെ വേറെ ഏതോ ഒരു സ്ഥലം കൂടെ പറഞ്ഞു, ചുള്ളിക്കരയ അങ്ങനെ ഏതാണ്ട് അങ്ങനെ ഒരു സ്ഥലം കൂടെ പറഞ്ഞു. ഇങ്ങനെ ഇപ്പം അവൻ 6 കല്യാണം കഴിച്ചു എന്ന് അവൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്യുക, അവനെ സൂത്രത്തെ വിളിച്ചിട്ടേ അതങ്ങ് കട്ട് ചെയ്തേക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇതിനാണോ പോലീസുകാരെ ഇങ്ങനത്തെ ഉപദേശം തരാനാണോ പോലീസ് ഇവിടെ ഇരിക്കുന്നത്? ഞാൻ ചോദിച്ചു ഇപ്പം ഞാൻ സിസേറിയനായിട്ടിരിക്കുക, എനിക്ക് 2 മാസം, എൻ്റെ കുഞ്ഞിന് 2 മാസമാണ്, ഞാൻ എന്നിട്ട് വിളിച്ചിട്ട് ഞാൻ ഇനി അതാണോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും എനിക്ക് പ്രതിയെ കിട്ടിയേ പറ്റുള്ളൂ, ഇതിന് തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു പുള്ളിയെ വിട്ടു, ഇനിയിപ്പം എന്താ ചെയ്യുക, എല്ലാവർക്കും ആശങ്കയായി.
അല്ലാതെ പിന്നെ എന്ത് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല. അമ്മയും ഞാനും കൂടെ പറഞ്ഞു ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ച പ്രതിയാണ്, ഇതിനെ തീരുമാനമാക്കാതെ വിട്ട സ്ഥിതിക്ക് ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കുറച്ച് അന്നേരം പറഞ്ഞു CI വരട്ടെ, CI വന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു. CI ഒക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ CI വന്നു. CIയോട് പറഞ്ഞു പേടിക്കണ്ട, നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചോളാം, വേണ്ടത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ സൂത്രത്തിൽ ഒഴിവാക്കി. വള്ളിത്തോട് വന്ന് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും രാത്രി വലിയ കോലാഹലം ഉണ്ടായിട്ടല്ലേ, നാട്ടുകാർ മുഴുവൻ, വള്ളിത്തോട് ടൗണിലെ ആൾക്കാർ മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പോൾ പത്രക്കാരനുണ്ടായിരുന്നു, ഒരു മനോരമയുടെ പത്രക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം വേഗം വന്നിട്ട് ചോദിച്ചു എന്താ ഉഷേ സംഭവം എന്നാന്നൊക്കെ ചോദിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം ഇതാ കല്യാണ തട്ടിപ്പുകാരൻ പിടിയിൽ നിന്നും പറഞ്ഞ പത്രവാർത്തയെല്ലാം വന്നു. പിന്നെ ഈ അതിൻ്റെ ബാക്കി പറഞ്ഞില്ലല്ലോ പോലെ. ഇയാൾ വന്നത് എങ്ങോട്ടാണെന്നോ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയാൾ നേരെ എൻ്റെ വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇനി പിന്നെ നമ്മളിനി എങ്ങനെയാണ് ഇനി വലത്തോട്ട് വന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞു രവി വീട്ടിലേക്ക് പോയിട്ടുണ്ട്, പിന്നെ അതെന്താ അങ്ങനെ പറ്റിയെന്ന് ചോദിച്ചു. ഞങ്ങൾക്കറിയത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വല്ലാതെ പേടിയായി, നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്, ആ ദേഷ്യത്തിന് ഞങ്ങളെ വല്ല ഉപദ്രവിച്ചെങ്കിലും എന്നുള്ള പേടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് വേഗം ഒരു ജീപ്പും കൂട്ടി, അന്ന് ഓട്ടോറിക്ഷ സർവീസൊന്നുമില്ല, ഒരു ജീപ്പും കൂട്ടി സ്ഥലത്ത് വന്നു. 1-2 വീട്ടുകാരോടൊക്കെ ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അവരെല്ലാം ഞങ്ങളുടെ കൂടെ വന്നു നോക്കുമ്പോഴത്തേനും വീട് പൂട്ടിയിട്ടിട്ടല്ലേ പോയേക്കുന്നത്, അവിടെ എങ്ങും കാണില്ല. നോക്കുമ്പോൾ വീടിൻ്റെ മുകളിൽ ഒരു കശുമാവുണ്ട്, ആ കശുമാവിൻ്റെ അവിടെ നിന്നുണ്ട് ആൾ ഇറങ്ങി വരുന്നു. വേഗം ഇറങ്ങി വന്നു. ഞാൻ ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു. എൻ്റെ സാധനം എല്ലാം എടുക്കണം, എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അന്നേരം അമ്മ ഓടി വന്നിട്ട് നിൽക്കടാ അവിടെ എന്ന് പറഞ്ഞു. എൻ്റെ പെരയ്ക്കകത്തോട് കയറിയിട്ടില്ല, എൻ്റെ കാര്യം ഞാൻ വെട്ടിയെടുക്കുമെന്ന് പറഞ്ഞു അമ്മ. അന്നേരം ഒന്നിനും കൊള്ളുമൊന്നുമില്ല, ഒരു പഞ്ചപ്പാവാ അത്, എൻ്റെ കാര്യം ഞാൻ വെട്ടിയെടുക്കും, അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പറഞ്ഞു നിനക്ക് തരാനുള്ള സാധനമൊക്കെ തന്നേക്കാന്ന് പറഞ്ഞ് ഡ്രസ്സെല്ലാം എടുത്ത് കൊടുത്ത് പറഞ്ഞു 2 വയസ്സാകുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിയെ വന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുപോകുവാണെങ്കിൽ ഇപ്പോൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഞാൻ വേഗം കുഞ്ഞിയെ എടുത്ത് കൊടുത്തു. കൊണ്ടുപോകുവാണെങ്കിൽ ഇപ്പോൾ കൊണ്ടുപോകോ, നാളെ വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ മുട്ടുകാലി ഞാനും തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് നാട്ടുകാർ പറഞ്ഞു നിന്നെ ഇനി ഈ പ്രദേശത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ബാക്കി വെച്ചേക്കില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ്. പിന്നെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. മറ്റുള്ള ആളുകൾ വന്നെന്ന് പറഞ്ഞില്ല, അന്ന് നമ്മുടെ വീട്ടിൽ വന്നവർ, അവരെ പിന്നീട് കണ്ടിട്ടില്ല. പിന്നെ അവർ വന്നിട്ടില്ല. അപ്പം നമ്മൾ അന്വേഷിച്ചപ്പോൾ അത് വസ്തുത സത്യമാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ.